കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 എന്ന അനുഗ്രഹീത വർഷത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ, ഇന്നലെയായിരുന്നു 1-ാം തീയതി, പക്ഷേ നമ്മൾ ഇന്നലെ നേരം വെളുത്തിട്ടാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ രാത്രിയായിട്ട് കണക്കാക്കുന്നില്ല. ഇന്നലെ ന്യൂ ഇയർ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് എല്ലാവരും കിടന്നത്. ഞങ്ങളൊക്കെ വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ 3:30-4 മണിയായി. അപ്പോൾ അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ സംഗമിപ്പാനായിട്ട് കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഥമ രാത്രിയിൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാലുള്ള വന്ദനത്തെ ഞാൻ ഒരു പ്രാവശ്യം കൂടി അറിയിക്കുകയാണ്. ഞാനിവിടെ ഇച്ചിരി തിരക്കിലായിരുന്നു. ഇന്നലെ വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം മിനിഞ്ഞാന്ന് വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഇന്നലെ രാവിലെ വീട്ടിൽ വന്ന് ദീർഘദൂര യാത്രകൾ കാരണം അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ശരീരം ചൂടായി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ വെളുപ്പിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇന്നലെ വൈകിട്ട് ലിൻസിയുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പമ്പറയ്ക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇന്ന് 6 മണിയോടുകൂടിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ എനിക്ക് ഇന്നലെ നമ്മൾ വർഷാവസാന യോഗത്തിനെടുത്ത കാര്യമൊന്ന് ഓൺലൈനിൽ ഇരുന്ന് പഠിപ്പിക്കണമെന്നും അത് പറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണമെന്നും എൻ്റെ അകത്തൊരു ചിന്ത വന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഈ സെക്ഷനിൽ വരികയല്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഫ്ലയർ കാണാം. 4:45 നേരത്താണ്, പെട്ടെന്ന് ഓൺ ദ വേയിലാണ് ഞാനത് പറഞ്ഞിട്ടത്. കാരണം നമ്മൾ ഞായറാഴ്ച എൻ്റെ അകത്ത് വരുന്നത് ബുധനാഴ്ച വർഷാവസാന യോഗത്തിൽ നമ്മൾ അതിനകത്തുള്ള ദൂതുകൾ മാത്രമാണ് പറഞ്ഞു വിട്ടത്. അതിനകത്തുള്ള ദൂതുകൾ, ദൈവാത്മ നമ്മോട് സംസാരിച്ച ദൂതുകൾ മാത്രമാണ് നമ്മളതിനകത്ത് പറഞ്ഞു വിട്ടത്. നമുക്കത് നമ്മിൽ പ്രായോഗികമാകാനായിട്ട്, നമ്മിലത് വെളിപ്പെട്ട് വരുവാനായിട്ട് ദൈവവചന സത്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ അകത്ത് പ്രകാശിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ട്രൂത്തുകൾ നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ ലിൻസി ഓർപ്പിച്ചതുപോലെ പറ്റുന്നവരൊക്കെ വീഡിയോകൾ ഓൺ ചെയ്ത് വരിക. ആൽബിമോൻ, പ്രിയ കെസിയ, നിങ്ങൾ വർഷിപ്പിൽ ഇട്ടത് പ്രത്യേക സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. കെസിയ എപ്പോൾ പറഞ്ഞാലും അന്ന് വർഷിപ്പ് ചെയ്തോളാം വീട്ടിലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ പൊതുവെ വിളിച്ച് പറയും. അപ്പോൾ അതുകൊണ്ട് കെസിക്ക് യാതൊരു ഒഴിവുമില്ല. അപ്പോൾ ഇനി നിങ്ങൾ ആരും ഇത് കേൾക്കുന്നവർ വല്ലതും വിചാരിക്കേണ്ട കേട്ടോ, കൊച്ചു പാവം കൊച്ചാണ്, യാതൊരു പ്രശ്നമില്ല. അപ്പം അതൊന്നല്ല ഞങ്ങൾ തമ്മിൽ വേറൊരു കാര്യം പറഞ്ഞതാണ്. ഓക്കെ. അപ്പം ആൽബി, കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവരോട് കുറച്ച് നേരത്തെയാണ് ലിൻസി വിളിച്ച് പറയുന്നത്. ഓക്കെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദൈവം എന്നോട് ഈ വാക്യം, ഞാൻ പ്രിയ ജോഷിയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ UK റൂമിൽ വിവാഹത്തിന് ശേഷം അന്ന് രാത്രി ഞാൻ വിശ്രമിച്ച് രാവിലെ ഞാൻ വെളുപ്പിന് നേരത്തെ എഴുന്നേറ്റു. ആ സമയത്ത് കർത്താവ്, ഞാനപ്പോൾ സാധാരണഗതിയിൽ വർഷാവസാന യോഗത്തിനും ആഴ്ചകൾ മാസങ്ങൾ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങും. ഇന്ന ഭാഗമാണ് സംസാരിക്കേണ്ടത്, ഇടപെടാൻ തുടങ്ങും. അപ്പം ദൈവാത്മാവ് എന്നോടൊരു ഭാഗം ഇടപെട്ടുകൊണ്ടിരുന്നിരുന്നു. ദൈവം ചില അവകാശങ്ങൾ അനുഭവിക്കുന്നത് തുറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ദൈവാത്മാവ് എന്നോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞായറാഴ്ച പ്രസംഗിച്ച വിഷയം അതാണ്. അപ്പോൾ എനിക്കതുകൊണ്ടൊരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് കർത്താവ് എന്തെങ്കിലും തുറക്കുമെന്ന് എനിക്കൊരു ധൈര്യം എൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു പേടിയിലല്ല ഞാനിരുന്നത്. കാരണം ഒരു വചനം നമ്മുടെ അകത്ത് തുറക്കണം. ഈ രാത്രി ഒരു ഫംഗ്ഷൻ നടക്കുന്നു, കണ്ടമാനം ആളുകൾ വന്ന് പങ്കെടുക്കുന്നു, പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ആൾക്കാർ കേൾക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവം കൃത്യമായിട്ട് സംസാരിക്കണം. ഒരു പ്രസംഗം പ്രസംഗിക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല. ഒരു പ്രസംഗം പ്രസംഗിക്കാനായിട്ട് നമുക്ക് ആൾക്കാർ പറയാറുണ്ട്, അരമണിക്കൂറൊന്നും വേണ്ട, ഒരു ഇരിപ്പും കൂടെ അതൊരു പ്രസംഗം പ്രസംഗിക്കുക. പഠനത്തിൽ നിന്ന്, ബുദ്ധിക്കകത്തുള്ള അറിവിൽ നിന്ന് പ്രസംഗിക്കുക. പക്ഷേ അതല്ല നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. അപ്പം ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ആണ്ടവസാനത്തിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം തൊട്ട് ഈ ആണ്ടവസാന യോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ വന്നിരുന്ന് ഒന്ന് പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനും ദൈവം കാര്യത്തിൽ നന്ദി പറയാനൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം അത് നമുക്കൊരു വാക്തത്വ വചനം കിട്ടാനായിട്ട്, ഒന്നും കൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടാനൊക്കെ ആയിട്ട് നമ്മളതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പം എൻ്റെ അകത്തുള്ള വെളിപ്പാടതല്ല. എൻ്റെ അകത്തുള്ള ഒരു ദർശനം, എൻ്റെ അകത്ത് ദൈവം തന്നിരിക്കുന്നൊരു വീക്ഷണം, ദൈവം നമുക്ക് ഒരു വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവം നമ്മൾ പരിപാലിക്കുന്ന ദൈവമാണ്. ഞാൻ 2 ആഴ്ച മുമ്പ് എടുത്തിരുന്നു നമ്മളെ. അങ്ങനെയാണെങ്കിൽ 2026 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. 2026 ജനുവരി 1 മുതൽ
2026 ഡിസംബർ മാസം 31 വരെ നമ്മെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മെ പരിപോഷിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അത് നമ്മുടെ അകത്ത് ഉറപ്പോടെ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ഡേറ്റ് മാറുകയില്ല. വർഷം ഇസ്രായേൽ മക്കളുടെ വർഷം നമ്മുടെ വർഷം തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ വർഷത്തിൽ തന്നെ ദൈവം നമുക്ക് വേണ്ടി കരുതും, ദൈവം നമുക്ക് വേണ്ടി പരിപാലിക്കും. എന്നോട് സംസാരിച്ച ശബ്ദം ദൈവശബ്ദം ഞാൻ കേട്ടത് ഇംഗ്ലീഷിലല്ല കേട്ടത്. 1998 ജനുവരി മാസത്തിൽ 96 ജനുവരി ഒക്ടോബർ നവംബർ മാസം 96 ദൈവനോട് നേരിട്ട് സംസാരിച്ച ശബ്ദം ഞാൻ കേട്ടത് മലയാളത്തിലാണ്. 98 ജനുവരിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് എൻ്റെ മുറിയിൽ സംസാരിച്ച് മലയാളത്തിലാണ്. അപ്പം ദൈവമേ എബ്രായ ഭാഷയിലാണ് ദൈവം സംസാരിക്കുന്നത്, അതൊക്കെ സത്യമാണ്. പക്ഷെ ദൈവം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭാഷ ഏതാണോ ആ ഭാഷ ദൈവം സംസാരിക്കും. ഇതുപോലെ നമ്മളെ ദൈവം കരുതുന്നത് നമ്മുടെ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഭാഗം അതാണ്. രണ്ടാമത്തെ ഭാഗം, നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കാനായിട്ട് നമ്മുടെ അകത്തുണ്ടാകുന്ന വളർച്ചയുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ദൈവാത്മ, അപ്പം എന്നോട് പലരും ചോദിച്ചു, ഭാഷ എന്തോ ഈ ഒരു വാചകം കണ്ടല്ലോ ഭാഷേ, കൊറോണേഷൻ വിത്ത് ബൗണ്ടി, ഇതെന്തോ സംഭവം? അപ്പം ഇതൊന്നുമില്ല. ഇതാ ആ 65-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം നമ്മളത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇംഗ്ലീഷിൽ ഫ്രേസായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ദൈവം മലയാളത്തിൽ കിടക്കുന്ന ഒന്ന് വായിച്ചു, ഒരാളൊന്ന് വായിച്ചു 65-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം. നമുക്ക് അവിടെ നിന്ന് തന്നെ ഈ സന്ദേശം നിങ്ങൾ ചർച്ചിനകത്ത് കേട്ടവരും ഓൺലൈനിൽ കേട്ടവരും ഉണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ അർത്ഥവ്യാപ്തികളൊന്നുകൂടെ ഇന്ന്, അതിൻ്റെ വിശദാംശങ്ങളൊന്നുകൂടെ ഇന്ന് രാത്രി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്ദേശം നിങ്ങൾ ജനുവരി മാസം 1-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ മാസം 31-ാം തീയതി കേൾക്കുന്നത് കൊണ്ട് മാത്രമല്ല, അതിലേക്കൊരു വളർച്ചയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒന്ന് വായിച്ചു 65-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം. ആർക്കെങ്കിലും ഒരാൾക്കുമായി കൺമ്യൂട്ട് ചെയ്ത് വായിക്കാം. സങ്കീർത്തനം 65-ന്റെ 11 ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ചു. എല്ലാവരും ഉറങ്ങിപ്പോയോ? നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കും. നീ സംവത്സരത്തെ നിന്റെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ എന്ത് ചെയ്യുന്നു? പുഷ്ടി പൊഴിക്കുന്നു. അത് ഞാനത് നിങ്ങൾക്ക്, ഇതാണ് നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോഴുള്ള മെച്ചം. ഇതാണ്, നമുക്കത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനും കൂടെ പറ്റും. സ്ക്രീൻ ക്യാമറ, ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും സോറി, ഇത് ഭാഗപുലുവലായല്ലോ. എൻ്റെ പടം വന്നോ? സങ്കീർത്തനം 65-ന്റെ 11 ഞാൻ വായിച്ചത്. ഞാനത് നിങ്ങൾക്ക് മലയാളത്തിൽ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ലിൻസി ഇപ്പം ഹോസ്റ്റാണ്. എൻ്റെ ടാബ് ഒന്ന് കോ ഹോസ്റ്റ് ചെയ്ത് ഇതെന്തോ ഇതിനകത്ത് സെറ്റിങ്സിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം. ഓക്കെ ഒരു മിനിറ്റ്. ആശാറ്റു പോകിലും ഈശൻ കൂടെയുള്ളതാൽ ലേശം ഭീതിയില്ലേ. ഷെയർ ക്യാമറ, എനിക്ക് സിസ്റ്റം ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് പറ്റിയാവോ? ഇതിനകത്ത് മൊത്തം സിസ്റ്റം മാറി കിടക്കുന്നു. ഓക്കെ, സൂമിനകത്ത് ഞാനത് ഓൺ ചെയ്യാനുള്ള സിസ്റ്റം, പോട്ടെ, സാരമില്ല, പോട്ടെ. ഞാൻ വായിക്കാം. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നത്. സാരമില്ല, ഞാൻ വായിക്കാം. ഇതിൻ്റെ പാഷൻ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കുന്നു. സമൃദ്ധമായ വിളവ് കൊണ്ട് അവിടുന്ന് സംവത്സരത്തെ കിരീടമണിയിക്കുന്നു, അവിടുന്ന് കടന്നു പോകുന്ന പാതകളെല്ലാം സമൃദ്ധി വർഷിക്കുന്നു. ഇതാണ് പാഷൻ ട്രാൻസ്ലേഷനിൽ, സമകാലികം വിവർത്തനം മലയാള പരിഭാഷ കിടക്കുന്ന ഇത് കേട്ടോ. നമ്മുടെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ വന്ന പ്രശ്നമാണിത്. ശരിക്ക് ഇങ്ങനെയായിരുന്നു അത് പരിഭാഷപ്പെടുത്തേണ്ടിയിരുന്നത്. പരിഭാഷയെ സംഭവിച്ച പ്രശ്നമാണത്. എന്നാൽ നിങ്ങൾ ആംപ്ലിഫൈഡ് വേർഷൻ വായിച്ചു കഴിഞ്ഞാൽ, യു ക്രൗൺ ദ ഇയർ വിത്ത് യുവർ ബൗണ്ടി ആൻഡ് യുവർ പാത്സ് ഓവർഫ്ലോ. ഇതാണ് ഇംഗ്ലീഷിൽ കിടക്കുന്ന ആംപ്ലിഫൈഡ് AMP ട്രാൻസ്ലേഷനിൽ കിടക്കുന്ന
ഇതാണ്, യു ക്രൗൺ ദ ഇയർ വിത്ത് യുവർ ബൗണ്ടി. കണ്ടോ? അപ്പം ദൈവം സംവത്സരത്തെ കിരീടമണിയിപ്പിക്കുന്നു. സംവത്സരത്തിന് മേൽ ദൈവം ഒരു കിരീടം വയ്ക്കുന്നു വിത്ത് ബൗണ്ടി. സമൃദ്ധി കൊണ്ട് ദൈവം ഒരു കിരീടം നമ്മുടെ സംവത്സരത്തിന്റെ മേൽ വയ്ക്കുന്നു, വർഷത്തിന്റെ മേൽ വയ്ക്കുന്നു. കണ്ടോ? ഇതാണ് അതിൻ്റെ ആ വാക്യത്തിന്റെ അർത്ഥം. അപ്പം ദൈവം നമ്മുടെ സംവത്സരങ്ങളുടെ മേൽ ദൈവം ചിലത് വയ്ക്കുമോ? നിങ്ങളൊക്കെ അങ്ങനെ ഒരു ബോധ്യം നിങ്ങളുടെ അകത്ത് വരുന്നുണ്ട്. ഒരു വർഷം അപ്പൊ ആരുടെ മേലെ അത് സംഭവിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് യേശുക്രിസ്തു നിങ്ങളുടെ പാപമോചകനാണെന്ന് കണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചപ്പോൾ, യേശുവിന്റെ മരണ അടക്ക ഉയർപ്പ് നിങ്ങൾ വിശ്വസിച്ചപ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. നിങ്ങൾ എന്ത് ത്യാഗം സഹിച്ചു സുവിശേഷം പറയാൻ തുടങ്ങുന്ന കാരണം എന്താണ്? സുവിശേഷത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ കയറിയത് കൊണ്ടാണ്, അല്ലേ? നിങ്ങൾ സ്വഭാവത്തെ മുഴുവൻ അതിജീവിച്ച് ജീവിക്കാൻ കാരണം എന്താണ്? നിങ്ങളിൽ ആത്മാവിന്റെ ഫലം ഉണ്ടാകണമെന്നുള്ള വെളിപ്പാട് വന്നതുകൊണ്ടാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് കൃപാവരങ്ങളിൽ വളരാൻ തുടങ്ങിയത്? ആത്മസ്നാനം സത്യമാണെന്നും അത് ദൈവത്തിന്റെ വചനമാണെന്നുള്ള വെളിപ്പാട് വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആത്മസ്നാനം പ്രാപിച്ചു. നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് എന്താണോ വെളിപ്പാടായി കിട്ടിയത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചത്. കേൾക്കുമ്പോഴേ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്തോരം പേര് സ്നാനപ്പെടാത്തവരുണ്ട്. ഇന്നും എനിക്കറിയാവുന്ന രക്ഷിക്കപ്പെട്ട കണ്ടമാനം ആൾക്കാർ ജ്ഞാനസ്നാനം അനുഭവിക്കാത്തവര് മർത്തോമ അല്ലെങ്കിൽ സുറായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിസ്തീയ സഭകളുണ്ട്. വേണ്ട, മറ്റ് ജാതികളിലുള്ളവർ സ്നാനപ്പെടാത്തവർ എനിക്കറിയാം. പക്ഷെ അവർ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ വിശ്വസിച്ച് എല്ലാവരും സ്നാനപ്പെട്ടില്ല. സ്നാനപ്പെട്ട എല്ലാവരും അന്യഭാഷ പ്രാപിച്ചിട്ടില്ല. കണ്ടോ? അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് അനുഭവിക്കാൻ കാരണം എന്താണ്? ആ കാര്യം അവർക്ക് വെളിപ്പാടായി മാറി. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ഭൂമിയിൽ ഒന്നും വേണ്ട. ഒന്നും വേണ്ടാത്തവർ അങ്ങനെ ഒന്നും വേണ്ടാണ്ട് ജീവിച്ചോട്ടെ. ഈ ഭൂമിയിലല്ല അനുഗ്രഹം വേണ്ടത്. അങ്ങനെ ഭൂമിയിൽ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഈ ഭൂമിയിൽ ദൈവം നമ്മുടെ ലക്ഷ്യം, ഇവിടെ നിങ്ങൾ തിരിഞ്ഞു പോകരുത്. നമ്മുടെ ലക്ഷ്യം ദൈവം വിളിച്ച വിളിയാണ്. ആ വിളിയിൽ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ദൗത്യം തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ മേൽ ദൗത്യം തന്നിട്ടുണ്ട്. ആ ദൗത്യത്തിലേക്കുള്ള യാത്രയിലാണ് നാം ആയിരിക്കുന്നത്. ആ യാത്രയിൽ നമ്മൾ ദൈവം അനുവദിച്ച കഷ്ടതകളെ, പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കണം. ഞാൻ ഈ 2026 നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും വരുന്ന പ്രശ്നം നമുക്കും വരാം. കൊറോണ വന്നു, എല്ലാവർക്കും വന്നു, നമുക്കും വന്നു. മരണങ്ങൾ നമ്മുടെ വീട്ടിലും വന്നു, അപ്പുറത്തെ വീട്ടിലും വന്നു. എല്ലാ പ്രശ്നങ്ങളും വരാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവത്താലുള്ള കിരീടങ്ങൾ വെളിപ്പെട്ടു വരും. നന്മകളാലുള്ള ദൈവിക അലങ്കാരങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും. നിങ്ങളുടെ കുടുംബം അയൽപക്കത്തെ കുടുംബം പോലെ ആകില്ല. അഭിനാമ്യം പറയണ്ടേ? അതിന് നമുക്ക് ഉറപ്പടാമ്യം പറയണമല്ലോ. നമുക്കൊരു അപ്പനുണ്ടല്ലോ. ആ അപ്പനിൽ അപ്പൊ ഇവരത് പറയാൻ കാരണമുണ്ട്. ഇത് പറയാൻ കാരണം എൻ്റെ ബൈബിള് എനിക്ക് കിട്ടിയില്ല. ഒന്ന് നിങ്ങൾ എടുത്ത് 63 സങ്കീർത്തനം എടുത്ത് 63 സങ്കീർത്തനത്തിലേക്ക് വന്ന് നിങ്ങൾ 63 സങ്കീർത്തനത്തിന് ഞാൻ ഇന്നലെ ഞായറാഴ്ച അതൊക്കെ ഈ വർഷാവസാനമൊക്കെ ഞാൻ ഞായറാഴ്ച എന്നാണ് പറയുന്നത് എപ്പോഴും. 63 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. 1-ാം വാക്യമല്ല, എൻ്റെ തലവാചകം ഒന്ന് വായിച്ച്. തലവാചകം 63 സങ്കീർത്തനം തലവാചകം ഒന്ന് വായിച്ച്. ആരെങ്കിലും 1-2 പേര് ബൈബിൾ പെട്ടെന്ന് എടുത്ത് വായിച്ച്. ദാവീദിന്റെ ഒരു സങ്കീർത്തനം. അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമയിച്ചത്. അപ്പൊ കണ്ടോ, ചമയിച്ചതല്ല, ചമച്ചത് മോളെ. കൂടിപ്പോ അത്രേ ഉള്ളൂ. ചമയം വേറെ, ചമച്ചത് വേറെ. അപ്പം 63 സങ്കീർത്തനം ദാവീദ് ഇരിക്കുന്ന എവിടെയാണ്? മരുഭൂമിയിലാണ്. 64 സങ്കീർത്തനത്തിലോ ഞായറാഴ്ച എൻ്റെ കർത്താവേ കൃപ 31-ാം തീയതി പറഞ്ഞതാണ്. 64 സങ്കീർത്തനത്തിൽ ദാവീദ് സങ്കടത്തിലാണ്. അപ്പൊ 63 ഇരിക്കുന്നത് മരുഭൂമിയിലാണ്. മരുഭൂമി എന്താന്ന് നമുക്കറിയാം. മരുഭൂമിയിൽ അവൻ വല്ലാത്ത പ്രശ്നത്തിനകത്ത് കിടക്കുകയാണ്, വല്ലാത്ത വേദനയ്ക്കകത്ത് കിടക്കുകയാണ്. അപ്പൊ മരുഭൂമിക്കകത്ത് നോക്കിയേ, സ്വഭവനത്തിൽ ഇരിക്കാൻ കഴിയാതെ വണ്ണം ഉണ്ടായ പ്രശ്നങ്ങളുടെ നിമിത്തം ഓടിപ്പോയി മരുഭൂമി കിടക്കുന്ന ദാവീദ് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ 2-ാം വാക്യം കണ്ടോ? അങ്ങനെ നിന്റെ ബലവും മഹത്വം കാണേണ്ടത് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. അപ്പൊ മരുഭൂമി ഉണ്ടാകാം, സങ്കടം വരാം. 64 സങ്കീർത്തനം കണ്ടില്ലേ? 64 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം എന്താ? ദൈവമേ, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. അപ്പൊ 64 സങ്കീർത്തനത്തിൽ ദാവീദ് ഭയങ്കര സങ്കടത്തിലാണ്. എന്താ കാരണം? എന്താ? ആളുകള് കെണിവെച്ച് ദാവീദിനെ കൊല്ലാൻ നോക്കുക. നിഷ്കളങ്ങനെ ഒളിച്ചിരുന്ന അവനെ അവസാനിപ്പിക്കാൻ നോക്കുക. അപ്പൊ ഇനി 2026 നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരികയില്ല എന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇനിയും വരാം. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകയാൽ
ദൈവത്തിന്റെ കരം നമ്മുടെ മേലുള്ളത് കൊണ്ട് ഇവരെല്ലാം നിന്നെ ആക്രമിക്കുമ്പോഴും നിനക്കെതിരായി എയ്യുമ്പോഴും ദൈവത്തിന്റെ ഒരു പ്രത്യേക ക്രൗൺ, ദൈവം നിന്നെ ദൈവിക നന്മകളാൽ നിന്നെ ക്രൗൺ ചെയ്യുന്ന, അലങ്കരിക്കുന്ന ഒരു വർഷമായി മാറും. അതിന് കാരണം എന്താ? അതിന് കാരണം ഇനി അത് നമുക്ക് സ്ട്രക്ചറിൽ പഠിക്കാൻ കേട്ടോ. നമ്മൾ ഞായറാഴ്ച അത് 31-ാം തീയതി ബുധനാഴ്ച നമ്മളിത് സ്ട്രക്ചറിൽ പഠിച്ചില്ല, അതിന് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പം അതിന് കാരണം എന്താണ്? അതിന് കാരണം ഇവന്റെ മരുഭൂമിയുടെയും ഇവന്റെ സങ്കടത്തിൻ്റെയും പ്രശ്നപരിഹാരം സംഭവിക്കുന്നത് ദൈവത്താലാണെന്നുള്ള ഉറപ്പ് അവൻ്റെ അകത്ത് വന്നു. ഇവിടെ എന്താ ചെയ്തത്? നിങ്ങൾ 65 സംഘത്തിലേക്ക് വാ. നമുക്ക് ആ സംഘത്തിന് ഒന്ന് സ്ട്രക്ചർ ചെയ്ത് നമ്മുടെ അകത്ത് കയറോ നോക്കാം. നമുക്ക് 65 സംഘത്തിലേക്ക് വന്ന് നിങ്ങൾ 65 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1-ാം വാക്യം ഒന്ന് വായിച്ച്. 65 സംഘത്തിന് 1-ാം വാക്യം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. അപ്പൊ ഈ പ്രശ്നത്തിനകത്തൊക്കെയാണ് ദാവീദെങ്കിലും ദാവീദ് പറയുകയാണ്, ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. മലയാളത്തിൽ കിടക്കുന്ന സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യമെന്നാണ്. പക്ഷേ അതിന്റെ ഒന്നും കൂടെ ആഴമായ പരിഭാഷകൾ നിങ്ങൾ പരിശോധിച്ചു പോയാൽ സിയോനിൽ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ കാത്തിരിക്കുകയാണ് ദാവീദ്. ശരി, കണ്ടോ? അപ്പൊ മരുഭൂമിയുണ്ട്, സങ്കടമുണ്ട്, പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ നിനക്ക് തന്നെ നേർച്ച കഴിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിച്ചുകൊണ്ട് കാത്തിരിക്കും. കണ്ടോ? ഞാൻ പതുക്കെ അതിന്റെ ചാവി ദൈവാത്മാവാ സംഘത്തെ തുറക്കുന്നു. കണ്ടോ? അപ്പൊ സംവത്സരത്തെ ദൈവം നന്മ കൊണ്ട് അലങ്കരിക്കാനുള്ള കാരണം എന്താണ്? 65:11 പറയുന്നു, സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കും. 11-ാം വാക്യം, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കും. ആരെ പാതകൾ? ഞായറാഴ്ച പിന്നെ എൻ്റെ ആയിന് ഞായർ പോകുന്നില്ല. ബുധനാഴ്ച ഞാനാ പറഞ്ഞു ആരെ പാതയാന്നാ പറഞ്ഞേ? 65:11 നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. അടുത്ത വാക്ക്, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ആരെ പാത? ദൈവത്തിന്റെ. കൃപ. ആരാ പറഞ്ഞത്? ഞാൻ. ഗ്രേസി ടീച്ചർ, കൃപ. അപ്പൊ നമ്മൾ സാധാരണ അത് ചിന്തിച്ചത് എന്റെ പാത അല്ലെങ്കിൽ നമ്മുടെ പാത, നമ്മുടെ സംവത്സരം, നമ്മുടെ പാത എന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ അത് കൃത്യമായി നിങ്ങൾ പഠിച്ചാൽ അങ്ങനെയല്ല. ദൈവം സംവത്സരത്തെ നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട്, എന്റെ നന്മ കൊണ്ടല്ല. ദൈവം ഞാൻ കടന്നു പോകുന്ന വർഷം ദൈവത്തിന്റെ നന്മ കൊണ്ട് ദൈവം എന്റെ സംവത്സരത്തെ ദൈവം അലങ്കരിക്കുകയാണ്. 2, ദൈവത്തിന്റെ പാതകൾ പുഷ്ടിപൊഴിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പാത ഏതാണ്? ദൈവത്തിന്റെ പാത സിയോനിൽ ഒരു വ്യക്തി, സിയോൻ എവിടെയാ? ദൈവത്തിന്റെ ആലയം വസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ സിയോനിൽ ദൈവത്തിന്റെ ആലയം വസിക്കുന്ന ദൈവാലയത്തിനകത്ത് ചെന്ന് ഒരു വ്യക്തി ദൈവത്തെ നോക്കിയിരിക്കുകയാണ്, ദൈവത്തെ കാത്തിരിക്കുകയാണ്. അവൻ ആരെ കാണണം? അവൻ ഇറങ്ങി വരുന്ന ദൈവത്തെ കാണണം. സ്തുതിച്ചുകൊണ്ട് അവൻ കാത്തിരിക്കുമ്പോൾ യാഹ്വേ എന്ന ശബ്ദത്തോടെ യഹോവയാം ദൈവം വിശുദ്ധാന്തർ മന്ദിരത്തിൽ ഇറങ്ങി വരും. ഇത് നിങ്ങൾ ഈ ജൂയിഷ് ഹിസ്റ്ററി പഠിക്കണം കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവര് നിങ്ങൾ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കുന്ന ഒന്ന് അറിവിനെങ്കിലും വായിക്കുന്ന നല്ലതാണ് കേട്ടോ. ജൂയിഷ് ഹിസ്റ്ററിയിൽ ഇതൊക്കെ ഭയങ്കര രസമാണ്. എനിക്കിതൊന്നും വായിക്കാൻ എന്താ പറയുക, ഇംഗ്ലീഷ് പാണ്ഡിത്യം ഇല്ലാത്തതിനായി ദൈവത്തിന് സ്തോത്രം. കാരണം ഇതൊന്നും വായിച്ച് നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അറിവിൽ നിന്നുകൊണ്ട് പതുക്കെ ഞാനിത് വിശകലനം ചെയ്യാറുണ്ട്. അപ്പൊ യഹോവയാം ദൈവം ഇറങ്ങി വന്നിട്ട് ഈ തേജസ് ഇവരുടെ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് യഹോവ ഇറങ്ങി വരുമ്പോൾ ഇതിന്റെ മൂടുശീല ഒരു ലെങ്സ് വികസിക്കുന്നത് പോലെ വികസിക്കും, ഇങ്ങനെ ചുമ്മും. അപ്പോഴാണ് ഒരു ശബ്ദത്തോടുകൂടി ഇറങ്ങി വരുന്നത്. കണ്ടോ? അപ്പോൾ ഇവർ സിയോനിൽ ദൈവത്തെ കാത്തിരിക്കുക, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കാത്തിരിക്കുക. ആ സമയത്ത് ആരിറങ്ങി വരും? യഹോവയാം ദൈവം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഈ യെശയ്യാവ് 64 ഒരു വാക്യമുണ്ട്, നീ ആകാശത്തെ കീറി ഒരു വാക്യമുണ്ട് യെശയ്യാവിന്റെ പുസ്തകം. ആരെങ്കിലും എന്നെ ബൈബിളിൽ നിന്ന് വായിച്ച് സഹായിക്കണേ. 64-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാവിന്റെ പുസ്തകം 64:2. വെള്ളം തിളയ്ക്കുന്നത് പോലെ മലകൾ നിന്റെ മുൻപിൽ ഉരുകും തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. കണ്ടോ? അപ്പൊ ആകാശം കീറി
ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ പഴയ നിയമ ഭക്തന്മാർക്കറിയാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ എഗസ്കേലിനോട് ചോദിക്കേ. എഗസ്കേൽ പറയും കേബാർ നദികളുടെ തീരത്ത് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ മോശയോട് ചോദിക്കുക, മേഘമായിട്ട് സമാഗമന കൂടാരത്തിന് മുകളിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ് അവരുടെ ചിത്രത്തിൽ. അപ്പൊ അങ്ങനെ ഇറങ്ങി വരുന്ന ദൈവം ഇറങ്ങി വരുന്നൊരു വഴിയുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് 64 സങ്കീർത്തനത്തിന്റെ 65 സങ്കീർത്തനത്തിന്റെ 11 വാക്യം, നീ സമ്പത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അപ്പൊ സത്യത്തിൽ നമ്മുടെ ഭവനത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നാൽ ആ വരവിനകത്തുകൂടെ നമ്മുടെ ഭവനത്തിന്റെ അകത്തൊരു പുഷ്ടി വെളിപ്പെട്ട് വരുമോ? എല്ലാവരും അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. ദൈവാത്മാവ് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യവും ദൈവമകത്വം ഇറങ്ങുന്ന ഭവനങ്ങളുടെ അകത്ത് പുഷ്ടി വെളിപ്പെടും. ദൈവത്താലുള്ള അലങ്കാരങ്ങൾ വെളിപ്പെടും. നിങ്ങൾ ചരിത്രം പഠിക്കുക. ചരിത്രത്തിനകത്ത് പുസ്തകത്തിനകത്തുള്ള ചരിത്രം പഠിക്കുക. ഓബേദെദോമിന്റെ കുടുംബം ശപിക്കപ്പെട്ട കുടുംബമല്ലായിരുന്നോ? ആ കുടുംബത്തിനകത്തേക്ക് യഹോവയാം ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന പെട്ടകം വന്നപ്പോൾ എന്താ ഉണ്ടായേ? 3 മാസം കൊണ്ട് ആ ഭവനം അനുഗ്രഹമായി മാറിയില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എബ്ബേസിന്റെ ചിത്രം പഠിക്കുക. എബ്ബേസിന്റെ പുസ്തകം, എബ്ബേസിന്റെ ചരിത്രം പഠിക്കുക. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വന്ന് പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയാൽ അവന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറിയോ? നോക്കിയ മെഥുശലേഖന്, ഹാനോക്കിന് മെഥുശലേഖ് ഉണ്ടായ സമയത്ത് ഒറ്റ പ്രാർത്ഥനയിൽ ദൈവം കൊടുത്ത വെളിപ്പാടിനാൽ ഹാനോക്കിന്റെ ചരിത്രം മാറിയോ? അപ്പം ദൈവത്തിന്റെ അടുത്തു വരുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുന്ന വെളിപ്പാടുകളാൽ കുടുംബങ്ങളുടെ ചരിത്രം മാറും. ഒന്ന് വിശ്വസിച്ച് ആമ്യം പറയാമെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി ഉറപ്പോടെ ആമ്യം പറയണം. 2026 പരിശുദ്ധാത്മാവ് എൻ്റെ ചരിത്രം മാറ്റുന്ന വർഷമായിരിക്കും. കാരണം ദൈവം ഈ വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ നന്മകളാൽ എന്നെ അലങ്കരിക്കുന്നവനാണ്. അപ്പൊ ഇത് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ഇതെനിക്ക് അവകാശമാകുന്നത്. ഇത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവകാശം. ഇത് വേണ്ടവരെടുക്കും, വേണ്ടാത്തവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗലാത്യലേഖനത്തിൽ വാക്യമുണ്ട്, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും പ്രയോജനമുള്ളവനല്ല. അപ്പൊ നമ്മൾ അവകാശികളാണ്. ഇത് എൻ്റെ അപ്പന്റെ അവകാശമാണ്. ഇനി ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞ ഒരു കാര്യം കൊണ്ട് തന്നെ കൂട്ടിച്ചേർത്ത് ഞാൻ 65 സങ്കീർത്തനം ഒന്നും കൂടെ വിശകലനം ചെയ്ത് പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവാത്മാവ് 65 സങ്കീർത്തനത്തിലേക്ക് തന്നെ നിങ്ങൾ വന്നു ഒന്ന്. അവിടെ ഒരു വാക്യമുണ്ട്, 65 സങ്കീർത്തനത്തിന്റെ 9 വാക്യം, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ഒന്ന് വായിച്ചു, ഒരാൾ 9 വാക്യം ഒന്ന് വായിച്ച്. 4 പദങ്ങൾ ഞാൻ ബുധനാഴ്ച പറഞ്ഞിരുന്നു. ആ 4 പദങ്ങൾ ഓർത്തിരിക്കുന്നവരൊന്ന് പറഞ്ഞ് വേഗം പറഞ്ഞ്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ആ 4 പദങ്ങൾ പറയാമോ കൊച്ചമ്മയ്ക്ക്? 4 പദങ്ങൾ പറഞ്ഞിരുന്നു. 1 ദൈവം, വാക്യം 9 ദൈവം സന്ദർശിക്കും. 2 10 വാക്യം ദൈവം അനുഗ്രഹിക്കും. 3 11 വാക്യം ദൈവം അലങ്കരിക്കും. 4 വാക്യം 11 തന്നെ ദൈവം പുഷ്ടി പൊഴിപ്പിക്കും. കണ്ടോ? 4 വാക്കുകൾ. 1 ദൈവം സന്ദർശിക്കും. എന്താ ദൈവം സന്ദർശിച്ചാൽ എന്താ ഉണ്ടാകുക? ദൈവം സന്ദർശിച്ചാൽ ഉണ്ടാകുന്ന അറിയണമെങ്കിൽ നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്ന് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 19 വാക്യം വായിച്ച്. 19 വാക്യം 13-19. മോശ യോസേഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടുപോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന്. മലയാളം വായിക്കുമ്പോഴേ ഒരു ട്യൂണിൽ വായിച്ചാൽ നല്ലതാണ്. അതിനെ സ്ട്രെസ് ചെയ്ത് നമ്മൾ അവിടെ പറയേണ്ട കാര്യമുണ്ട്. 13-19 മോശ യോസഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടുപോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. കണ്ടോ? വാക്യം വായിക്കുമ്പോൾ അകത്ത് കയറണം. ഒന്ന് പറഞ്ഞു നോക്കിയേ, ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. കാരണം വേറെ ആർക്കും ഉറപ്പില്ലെങ്കിലും യോസഫിന് ഉറപ്പാണ്, നമ്മുടെ ദൈവം സന്ദർശിക്കുന്ന ദൈവം തന്നെയാണ്.
അപ്പൊ എന്താ യോസേഫ് അവിടെ പറയുന്നത്? ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകണമെന്ന് പറഞ്ഞു. അപ്പൊ സന്ദർശിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലൊരു പുറപ്പാട് വരും. എന്താണോ നിങ്ങളെ ഇതുവരെ കെട്ടിവെച്ചിരിക്കുന്നത്, എന്താണോ നിങ്ങൾ ഇതുവരെ തടുത്തു വെച്ചിരിക്കുന്നത്, ആരാണോ നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത്, ആ കെട്ടങ്ങ് പൊട്ടും. എത്ര പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും പൊട്ടാത്ത കെട്ടുകൾ, ഫറവോന്റെ അടിമത്തങ്ങൾ പൊട്ടിക്കുന്നതാണ് ദൈവത്തിന്റെ സന്ദർശനം. കേട്ടോ? അപ്പൊ യോസേഫ് പറയുകയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കും. അപ്പൊ ദൈവം സന്ദർശിക്കാൻ ദൈവം ഉപയോഗിച്ചത് ആരെയാണ്? ദൈവത്തെ പുറപ്പെടുവിക്കാൻ ഉപയോഗിച്ചത് ആരെയാണ്? ഹോശയുടെ പുസ്തകം ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച വായിപ്പിച്ചതാണ്. ഹോശയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ച്. 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഹോശയുടെ പുസ്തകം 12-13. ഹോശിയ 12-13. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവൻ പാലിക്കും. അപ്പം ഒരു പ്രവാചകനിൽ കൂടിയല്ലേ ദൈവം പുറപ്പെടുവിച്ചേ? ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ ദൈവം സന്ദർശിക്കുമെന്ന് യോസേഫ് പറഞ്ഞ സന്ദർശനം നടത്താൻ ദൈവം ഉപയോഗിച്ചത് ഒരു പ്രവാചകനെയാണ്. ആരാ പ്രവാചകൻ? ആരാ? ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പൊക്കിയെടുക്കാൻ ദൈവം ഉപയോഗിച്ച പ്രവാചകൻ ആരാന്ന്? ആരും ഇല്ല ഇവിടെ. പുതുവർഷം നിങ്ങൾ ഉറക്കത്തിന്റെ വർഷമായി മാറിയോ? ആരെ ദൈവം ഉപയോഗിച്ചേ? മോശയെ. അപ്പൊ ഈ മോശ എന്ന് പറയുന്ന ആളെയല്ലേ ഇവിടെ പ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്നേ? ആണോ? ഞാനൊരു കാര്യം പറയിക്കാൻ വേണ്ടിയിട്ടാ. ഒരു കാര്യം അടുത്ത കാര്യം പറയണേ നിങ്ങൾ പറഞ്ഞാലേ പറയുള്ളൂ. ഹോശയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഒരു പ്രവാചകനെ ഇവരെ പുറത്തു കൊണ്ടുവരാൻ ഉപയോഗിച്ചത് പറഞ്ഞില്ലേ? ആ പ്രവാചകൻ ആരാണ്? നിങ്ങൾ മൈക്കൺമുട്ടി ഇത് പറ. മോശ എന്ന പ്രവാചകനെയാണ്. മോശി എന്ന പ്രവാചകൻ. അപ്പൊ മോശി എന്ന പ്രവാചകൻ എഴുന്നേറ്റ് വന്നപ്പോഴല്ലേ ദൈവം അവരെ സന്ദർശിച്ചേ? അപ്പൊ യോസേഫിൽ കൂടെ പറഞ്ഞില്ലേ ദൈവം നിങ്ങളെ സന്ദർശിക്കുമെന്ന്? അപ്പൊ ആ സന്ദർശനം വെളിപ്പെടുത്തുവാൻ സന്ദർശനം ചെയ്തത് മോശെ കൂടിയാണ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങളെ പുറത്ത് ദൈവം എടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ പുറത്തെടുക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു പ്രവാചകനുണ്ട്, ഒരു അഭിഷക്തനുണ്ട്, ദൈവശബ്ദം കേൾക്കുന്ന ഒരു ദൈവമനുഷ്യനുണ്ട്. അല്ല, ഒരു കൂട്ടത്തെ പുറത്തിറക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഇനി അടുത്ത കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ മോശയുടെ ജനനത്തെക്കുറിച്ച് ഞാനിത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുക, എന്നിട്ട് നമുക്ക് 65 ഒന്ന് അവസാനിപ്പിക്കാം. ഈ മോശ ജനിക്കുന്ന സമയത്തേ മോശയുടെ അപ്പനും അമ്മയും രണ്ടും രണ്ട് സ്ഥലത്തായിരുന്നു. ചരിത്രം പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഫറവോൻ കൽപ്പന ഇട്ടു, ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ എന്താ പറയുക നദിക്കകത്തേക്ക് വലിച്ചെറിയണം എന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ പിതാവ് മോശയുടെ മാതാവിനെ അവളുടെ അമ്മയുടെ മാതാവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. കാരണം ഒരുമിച്ച് ജീവിച്ചാൽ മൂന്നാമതൊരു കുഞ്ഞുണ്ട്. മോശയുടെ സഹോദരൻ ആദ്യത്തെ മോൻ അഹരോൻ, മിരിയം 2 പേര് വീട്ടിലുണ്ട്. അപ്പം ആ സമയത്ത് ഇനി ഒരുമിച്ച് ജീവിച്ചാൽ മൂന്നാമതൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നദിയിൽ വലിച്ചെറിയണമെന്നൊരു രാജാവിൻ്റെ കൽപ്പന നിൽക്കുന്നത് കൊണ്ട് അല്പകാലഘട്ടങ്ങൾക്കപ്പുറം ഈ കൽപ്പനയ്ക്ക് ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് മോശയുടെ അമ്മയെ, ഇത് വില്യം ബാർക്ലേയുടെ കമൻട്രിക്കകത്തുണ്ട് കേട്ടോ, എൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കഥ പറയുന്നൊന്നുമല്ല. ഈ ഒരു ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇപ്പം കുറച്ച് പേര് ഇങ്ങനെ അത് ഇവിടെ നിന്നാണ് പാസ്റ്റർ പഠിച്ച്. ഞാൻ പഠിച്ചത് ഇവിടെ കമൻട്രികളിൽ നിന്നാണ്. ആ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ എഴുതിയ കമൻട്രി, അംഗീകരിക്കപ്പെട്ട കമൻട്രിയാണ് വില്യം ബാർക്ലിയുടെ കമൻട്രി. ആ കമൻട്രിക്കകത്തുള്ള കാര്യം ഞാൻ പറയുന്നത് ഇംഗ്ലീഷിലാണ്. ആ കമൻട്രി എൻ്റെ കയ്യിലുണ്ട്, ആ കമൻട്രി ഇവിടെയുണ്ട്. അപ്പം ആ കമൻട്രി പറയുകയാണ്, മോശയുടെ പിതാവ് മാതാവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പം മോശയുടെ കൂടെ അപ്പൻ്റെ കൂടെ മോളും അമ്മയുടെ കൂടെ മോനും പോയി. അപ്പം മിരിയാം വീട്ടിൽ ഒറ്റയ്ക്കായപ്പോൾ കരയാൻ തുടങ്ങി. കേൾക്കട്ടെ, ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരുന്ന കാര്യം പറഞ്ഞ കേട്ടോ.
മോശ എന്ന പ്രവാചകൻ മനുഷ്യൻ ജനിക്കാൻ സാധ്യതയില്ല. കാരണം മോശയുടെ അപ്പനും അമ്മയും ഇപ്പോൾ രണ്ട് സ്ഥലത്താണ്. ഒരു രാത്രി പ്രിയ മിരിയാം അങ്ങനെ വല്ലാത്ത വേദന പ്രാർത്ഥിക്കുക. 10 വയസ്സ് പ്രായമുള്ള കൊച്ചിന്, ആ സമയത്ത് 9 വയസ്സ് പ്രായമുള്ള സമയത്ത് ആ കൊച്ച് വല്ലാതെ വേദനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചിന്റെ മുറിയിൽ ഇറങ്ങി വന്ന് യഹോവയാം ദൈവം അവളോട് സംസാരിച്ചു. നിന്റെ കുടുംബത്തിൽ നിനക്കൊരു സഹോദരൻ ജനിക്കും, ആ സഹോദരനിൽ കൂടെ ഞാൻ എൻ്റെ ജനത്തെ വിടുവിക്കുമെന്നുള്ള ദൈവശബ്ദം മിരിയാം കേൾക്കുകയാണ്. മിരിയാമാണ് പറയുന്നത് മോശയുടെ പിതാവിനോട്, അപ്പേ ഇന്നലെ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു, അമ്മയെ കൂട്ടിക്കൊണ്ടുവരണം, നമ്മുടെ വീട്ടിൽ 3ാമതൊരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കും, ആ കുഞ്ഞിനെ നദിക്കകത്തേക്ക് വലിച്ചെറിഞ്ഞാലും ആ നദിക്കകത്ത് നിന്ന് ആ കൊച്ചിനെ തിരിച്ചു വലിച്ചെടുക്കും, ആ കുഞ്ഞിൽ കൂടെ ഒരു രാജ്യത്തിന് വിമോചനമുണ്ടാകുമെന്ന് മിരിയാമിനോട് യഹോവയാം ദൈവം പറഞ്ഞ വാക്ക് മിരിയാം പറഞ്ഞ് ഉറപ്പിച്ച് അപ്പനെ പറഞ്ഞു വിട്ട് അമ്മയെ കൊണ്ടുവന്ന് അടുത്ത വർഷം കുഞ്ഞുണ്ടാകുക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവം ഒരു പ്ലാൻ ഒരുക്കി വെച്ചാൽ, ദൈവം ഒരു പ്രൊജക്ട് ഒരുക്കിയാൽ നടക്കാൻ ഒരു സാധ്യതയില്ലെങ്കിലും ദൈവം അത് കുഞ്ഞിനെ പ്രവചിപ്പിച്ചുകൊണ്ടാണെങ്കിലും ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഒരാമയെന്ന് പറയാമെങ്കിൽ പറഞ്ഞ കേട്ടോ, 10 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് 9 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് പ്രവചിപ്പിക്കണമെങ്കിൽ പ്രവചിപ്പിച്ച് എൻ്റെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ചെയ്യിപ്പിക്കുമെന്ന് ഇന്ന് രാത്രി ഉറപ്പോടെ വിശ്വസിക്കുക. 2026 ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോകാൻ ദൈവത്തിന് പറ്റുകയില്ല. ദൈവം അതിൻ്റെ അസാധ്യതകളെ മുഴുവൻ സാധ്യതകളാക്കി മാറ്റുന്നവനാണ്. ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് മിരിയാം പോയി നിന്നൊരു ചിത്രമില്ലേ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് ഇതൊക്കെ ബൈബിള് ഇതിന്റെ ചരിത്രം അറിഞ്ഞ് വായിക്കുമ്പോഴാണ് രസം കേട്ടോ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ ഞാനത് പറഞ്ഞു വന്നപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അതിന്റെ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നേ. 2-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിച്ച് 4-ാം വാക്യം, 3-4 വാക്യം വായിച്ച് 3-4 വാക്യം. പുറപ്പാട് 2-3-4. നിങ്ങൾ ബൈബിൾ വായിക്കാൻ ഇച്ചിരി സ്പീഡ് കുറവാണ്. അവനെ പിന്നെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയാതെ, എന്റെ ഭാര്യ സഹോദരിയാണ് വായിക്കുന്നത്. ആള് ഭയങ്കര തിരക്കുള്ള ആള്, പാവമാണ്, ആൾക്ക് കണ്ണും ചെറിയ കാഴ്ചക്കുറവുണ്ട്. നിങ്ങൾ ആരെങ്കിലും പിള്ളേരുകളൊക്കെ ആരെങ്കിലും വായിച്ചത് സഹായിക്കേ. വായിച്ചോ 2-ന്റെ, ഇപ്പൊ ആള് തന്നെ വായിച്ചോട്ടെ. 2-3-4 വായിച്ചോ, ഒന്ന് ഓടിച്ചു വായിച്ചേ. പിന്നെ അവനെ ഒളിച്ചു വെപ്പാൻ കഴിയാതെയായപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി, അതിന് പശയും കീലും തേച്ചു, പൈതലിനെ അതിൽ കിടത്തി, നദിയുടെ അരികിൽ ഞാങ്ങണകളുടെ ഇടയിൽ വെച്ചു. അവന് എന്ത് ഭവിക്കുമെന്ന്, ആ വാക്ക് ശ്രദ്ധിക്കണം, അവന് എന്ത് ഭവിക്കുമെന്ന് അറിയേണ്ടതിന് ആര് നിന്നു? അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പനും അമ്മയും പറഞ്ഞു നിന്നതല്ല. ഈ വാക്യമൊക്കെ വായിച്ചിട്ട് ഈ പാസ്റ്റർമാര് പ്രവചിക്കുന്നത് കേട്ടിട്ടുണ്ട്, പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. നിനക്ക് എന്ത് ഭവിക്കുമെന്നറിയാൻ നിന്നെ നോക്കിക്കൊണ്ട് വിദ്വേഷത്തോടെ നിൽക്കുന്നവർ കാണുക, ദൈവം വഴി തുറക്കും. ഇതൊന്നുമല്ല. ഇവൾക്ക് എന്താണ് ഇവള് നോക്കി നിൽക്കാൻ കാരണം ഇവളൊരു ശബ്ദം കേട്ടിട്ടുണ്ട് 1 വർഷം മുമ്പ്. യഹോവയാം ദൈവം ഇവളോട് പറഞ്ഞ ശബ്ദപ്രകാരമാണ് ഇവളുടെ മാതാവും പിതാവും ഒരുമിച്ച് ജീവിച്ചത്. ആ ശബ്ദത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവനാണ് ഇസ്രായേലിനെ രക്ഷിക്കാൻ പോകുന്ന വിമോചകൻ. കണ്ടോ, ഒരു വചനം സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിയാൽ ആ വചനം അതിന്റെ നിവർത്തികൾ ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ? ഞാൻ അത് പറയാനത് പറഞ്ഞു വന്നേ. ഒരു വചനം ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് മുഴങ്ങിയാൽ ആ വചനം നിവർത്തിക്കേണ്ടവന് മാതാപിതാക്കളെ ഒരുമിപ്പിക്കും. ജനിച്ച കുഞ്ഞിനെ നദിക്കകത്തേക്ക് രാജാവിന്റെ കൽപ്പന പ്രകാരം വലിച്ചെറിയണമോ തിരിച്ചെടുക്കാൻ ദൈവം വഴി തുറക്കും. 10 വയസ്സുള്ള കുഞ്ഞ് നോക്കിയേ, നദിയുടെ തീരത്ത് നോക്കി നിൽക്കുക. അവൾ നോക്കി നിൽക്കാൻ കാരണം അവൾ കേട്ട ശബ്ദം, അവൾ കേട്ട ദൈവശബ്ദം നദിക്കകത്ത് മുങ്ങിച്ചാവുന്ന മനുഷ്യനല്ല, നദിക്കകത്ത് അവസാനിക്കുന്ന മോശയല്ല. അവൾ കേട്ട ശബ്ദം, ഇവനാണ് സാക്ഷാൽ വിമോചകൻ. കേട്ട വചനത്തിന്റെ നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മിരിയാമാരുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ കിടക്കുന്ന ഫറവോന്റെ മകൾ ഇറങ്ങി വരും. അവൾക്ക് വന്നേ പറ്റുകയുള്ളൂ. അവൾ വരുന്നത് കാത്തു നിൽക്കുന്നവൾ കാണും. കണ്ടോ, തമ്പുരാൻ പറഞ്ഞ വചനത്തിന്റെ നിവർത്തി കാത്തു നിൽക്കുന്നവർ കാണും.
എല്ലാവരും കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കാത്തു നിൽക്കുന്നവർക്കാണ്. ഞാൻ എന്തിനു പറഞ്ഞറിയാമോ? സംവത്സരത്തെ ദൈവം നന്മകൾ കൊണ്ട് അലങ്കരിക്കുമെന്ന് പറഞ്ഞാൽ ആ വചനം വിശ്വസിച്ച് കാത്തു നിൽക്കുന്നവർ അത് അനുഭവിക്കും. കിരീടം പോലെ നിന്റെ കുടുംബത്തിന്മേൽ നന്മകൾ ദൈവത്താൽ വെളിപ്പെട്ടു വരാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവം പറഞ്ഞ വാക്കാണ്. നീ മരുഭൂമിയിൽ കിടന്നത് മതി, നീ സങ്കടപ്പെട്ടത് മതി. നിന്റെ മരുഭൂമി തള്ളപ്പെട്ട സ്ഥലമാണെങ്കിൽ, നിന്റെ സങ്കടങ്ങൾ തിരസ്കരണം കൊണ്ടാണെങ്കിൽ, ഇതിനെല്ലാം ദൈവം എടുത്തു മാറ്റുകയും ദൈവം നിന്നെ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. നീ നന്മ അനുഭവിച്ചില്ല, പിന്നെ ആരനുഭവിക്കുന്നവ? അപ്പൊ ഒരു പ്രവാചകന്റെ ജനനത്തിന് വേണ്ടി കരുതുന്ന ദൈവം, ഒരു പ്രവാചകന്റെ വളർച്ചയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവം. അപ്പം ദൈവം സന്ദർശിച്ചു, ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു. ആരിക്കൂടെ? മോശെക്കൂടെ. അപ്പൊ ആ മോശെക്കൂടെ സന്ദർശിക്കാനായിട്ട് ഒരു വ്യക്തിയെ കർത്താവ് വളർത്തിക്കൊണ്ടുവന്ന വിധവാ ഞാനീ പറയുന്നേ. അങ്ങനെ വളർത്തുന്ന ഒരു അപ്പൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ നിങ്ങൾ ഈ നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയങ്ങളുടെ അകത്ത് കിടന്ന് ഞെരങ്ങി അവസാനിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് എല്ലാം വിഷയമുണ്ട്. നമുക്ക് ആർക്കും വിഷയമില്ലാത്ത വിഷയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നേ. എനിക്ക് നിങ്ങളെക്കാൾ എല്ലാം വിഷയമുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് വരും. ഞാൻ വിചാരിച്ചു 2026 ആകുമ്പോഴെങ്കിലും ചൊറിച്ചിൽ കുറയുമായിരിക്കും. എവിടെ കുറയുന്നു? ചൊറിച്ചിൽ പൂർവാധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറവുമില്ല അതിന്. അതാരെങ്കിലും വിളിക്കും, ആരെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് വരും, എവിടെന്നെങ്കിലും. അത് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം അതിജീവിപ്പം നിന്റെ ബലവും കൃപ തരും. നിന്റെ ബലവും കൃപ തരും. ഒന്ന് ആമേൻ പറഞ്ഞേക്കാം. നിന്നെ വളർത്തുന്ന വളർച്ചയാണത്. നദിക്കകത്തുനിന്ന് വലിച്ചെടുക്കുന്നതും, നദിക്കകത്ത് നിന്നെ വലിച്ചെടുക്കുന്നതും, നിന്നെ അത്ഭുതകരമായി പരിപോഷിപ്പിക്കുന്നതും, നിന്റെ എല്ലാ നടത്തിപ്പ്, നിന്റെ ആരംഭം മുതൽ അവസാനം വരെ എല്ലാ ദിവസവും നിന്റെ കൂടെ ഇരുന്ന് നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. നിന്നെ പരിപാലിക്കുന്ന, ഈ സംവത്സരത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവമുണ്ട്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നു, ഒന്ന്, പ്രവാചകനെ ജനിപ്പിക്കുവാൻ ദൈവം വചനം ഉപയോഗിച്ചു. പ്രവാചകന്റെ വളർച്ചയിൽ ദൈവം വചനത്തലവനെ വളർത്തുകയാണ്. അപ്പൊ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വരുമ്പോഴാണ് ഒരു രാജ്യം പിടിപ്പിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങളുടെ വളർച്ച കാത്തിരിക്കുന്ന, നിങ്ങളുടെ വളർച്ചയിലൂടെ പുറത്തു വരുവാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 30 ലക്ഷം വേണ്ട, ഒരു 3 ലക്ഷം ഉണ്ടാവുമോ? വേണ്ട, 3 ലക്ഷം വേണ്ട, ഒരു 30,000 ഉണ്ടാകുമോ? മിണ്ടുന്നില്ല. ഇനി 30,000 വേണ്ട, ഒന്നും കൂടെ കുറയ്ക്കാം, 3,000 ഉണ്ടാകുമോ? പോയി. ഇനി 3,000 വേണ്ട, ഒരു 300 ഉണ്ടാകുമോ? ഇനി അതുമില്ല. എന്നാ പിന്നെ ഒന്നും കൂടെ കൊടുത്തു, 30 ഉണ്ടാകുമോ? അതും വേണ്ട, എന്നാലും ചിരിക്കുകയല്ലോ. അന്ന വേണ്ട, 30-ന് 3 പേരുണ്ടാകുമോ? ഒരാൾ മതി. ഞാൻ തിരിച്ച് UK ഇപ്രാവശ്യം കൊണ്ട് മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ 3 പേര് സീറ്റിലിരിക്കുകയാണ്. ഒന്നിരിക്കുന്നത് ഒരു ഹിന്ദു, ഒരു അങ്ങനെ പൂജകളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ, നടുക്കിരിക്കുന്ന ആൾ മുസ്ലിം, ഇപ്പുറത്തിരിക്കുന്ന ആൾ ക്രിസ്ത്യൻ. ഞാനല്ല, മുസ്ലിം പറയുകയാണ്. നമ്മൾ 3 പേര് ഒരുമിച്ചിരിക്കുകയാണ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ആൾ പറഞ്ഞ കാര്യമാണ്, ഞാനല്ല പറഞ്ഞത്, ആൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ സാക്ഷ്യം പറയാൻ തുടങ്ങി. നിങ്ങളോട് പറയാൻ പറയരുത്, ഞാനത് ഇംഗ്ലീഷിലങ്ങ് അടിച്ചു വിട്ടു. അപ്പോൾ അവൻ പറഞ്ഞത് പാസ്റ്റർ. അപ്പം അവന് ആദ്യം ഞാൻ പാസ്റ്റർ എന്ന് മനസ്സിലായില്ല, ഞാൻ ക്രിസ്ത്യൻ എന്ന് മനസ്സിലായുള്ളൂ. ഞാനങ്ങ് വന്ന വഴിക്ക്, അത് ദൈവത്തിൻ്റെ ഒരു കരുതലിൻ്റെ കാര്യമുണ്ട്. ഏതൊക്കെയോ വാക്കുകൾ ഞാൻ അറിയാതെ ഇങ്ങനെ ഒഴുകി വരുന്ന കൂടെ ഞാൻ അറിഞ്ഞു. എനിക്ക് പരിചയമില്ലാത്ത വാക്കുകൾ പോലും പറയാൻ വരുന്നു ആ നേരത്ത്. ഏതായാലും ഞാൻ അവനോട് രസകരമായിട്ട് സുവിശേഷം പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിയോട് സുവിശേഷം അത് മതിന്ന്, അതും എൻ്റെ മേലുണ്ട്. ആ ഒരു രസം കേൾക്കണോ? അവൻ ബംഗ്ലാദേശുകാരനാ. അവൻ കേരളത്തെക്കുറിച്ച് പലവട്ടം അവൻ ഈ ബ്ലോഗേഴ്സിൻ്റെ ബ്ലോഗ് കാണുന്നുണ്ട്. അവൻ ഈ കേരളത്തിൻ്റെ പച്ചപ്പൊക്കെ. അപ്പോൾ കേരളത്തിൽ വരാൻ പോവാ. അവൻ പറഞ്ഞ പദം കേൾക്കണോ? അവൻ വർഷങ്ങളായിട്ട് കാനഡയിലാണ് ജീവിക്കുന്നത്. പാസ്റ്റർ, ഈ സഭ നമുക്ക് കാനഡ തുടങ്ങണമെന്ന് ഒരു മുസ്ലിം എന്തായാലും ഇങ്ങനെ പറഞ്ഞല്ലോ. ഞാനെല്ലാം ചെയ്തു തരാം, പാസ്റ്റർ കാനഡയിലേക്ക് വാ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കാനഡയിൽ പോകാനല്ല പറഞ്ഞത്. അപ്പം ഈ ഒരു മുസ്ലിമിൻ്റെ അകത്ത് അങ്ങനെ വന്ന അവൻ പറഞ്ഞല്ലോ എന്നോട്. അങ്ങനെ പറക്കുന്ന ഫ്ലൈറ്റിനകത്ത് ഇരുന്നു കൊണ്ട് അവനോട് സുശേഷം പങ്കിട്ടപ്പം
അവൻ്റെ അകത്ത് തൊട്ടത് കൊണ്ടല്ല അവൻ പറഞ്ഞത്. ഞാനവനോട് പറഞ്ഞു, മോനെ യേശു മാത്രമാണ് രക്ഷകൻ. അപ്പം അതെനിക്ക് എൻ്റെ അകത്ത് ബലം കിട്ടാൻ കാരണം ഇവരോട് പറഞ്ഞാൽ ആദ്യമൊന്നും ആണെങ്കിൽ ഞാനിങ്ങനെ അത്രയും കർശനമായിട്ടൊന്നും ഈ ഭാഷ അറിയില്ല, ഇതൊന്നുമായിട്ട് ഞാൻ പറയുകയില്ലായിരുന്നു. അപ്പം ഞാൻ ഈ ജോഷിയുടെ കല്യാണം കഴിഞ്ഞ നേരത്ത് പുറത്ത് ഞാൻ ചെറിയൊരു മെസ്സേജ് 5-6 മിനിറ്റ് നേരത്തെ മെസ്സേജ് പറഞ്ഞു വന്നപ്പം അവിടെ ഒരു നാസർ എന്ന് പറഞ്ഞൊരു മോൻ എൻ്റെ അടുത്ത് വന്നു. നാസർ എന്നിട്ട് വന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവന് അന്നത്തെ ആ ചെറിയൊരു സന്ദേശം അവന് ആഴമായി തൊട്ടെന്ന് പറഞ്ഞു. അവൻ്റെ ഭാഷയിലേ ഞാൻ പറഞ്ഞ കേട്ടോ. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ഭാഷയിലാണ് പറയുന്നത്. അവർ പറഞ്ഞ എക്സാക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും ആഴമായിട്ടൊരു സന്ദേശം അവൻ ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി 5 മിനിറ്റ് പറഞ്ഞാലും ദൈവം ആരെ തൊടും. നമ്മൾ തൊടില്ല എന്ന് പറയുന്ന വിഭാഗങ്ങളെ ദൈവം തൊടൂന്ന് എനിക്ക് എൻ്റെ ചെവി. അപ്പം ഇത് കേട്ടിട്ടാണ് ഞാൻ പിറ്റേ ദിവസം പറക്കുന്നത്. ഇത് കേട്ടിട്ടാണ് പിറ്റേ ദിവസം എൻ്റെ അടുത്ത്. അപ്പം എൻ്റെ അടുത്ത് ഇന്നലെ അവനെ തൊട്ട് നവമെന്ന് പറഞ്ഞല്ലോ. അപ്പം ദൈവം നീവനെ കൂടെ തൊടില്ലേ? അപ്പം ഞാൻ പറഞ്ഞൊരു സാരാംശം, നമ്മുടെ ദൈവം ആരെയും തൊടും. അപ്പം ദൈവം നിന്നെ തൊടാൻ ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ടാവും. നിന്നെ വളർത്താൻ, നിന്റെ വാക്ക് കേട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ ദൈവം വെച്ച വ്യക്തികളുണ്ടോ? നിങ്ങളെ അനുഭവിക്കുന്ന ചിന്തിക്കല്ലേ. നിങ്ങൾ കിടന്ന് നിങ്ങൾ ഭാരപ്പെടുന്നു, നിങ്ങൾ തളരുന്നതിലേക്കല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കൊരു അപ്പനുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങളെ വളർത്തുന്നതാണ്. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ, നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വളർച്ച ഇതിനിടെ നടന്നുകൊണ്ടിരിക്കും. ദാവീദ് പറയുകയാണ്, മരുഭൂമി ഉണ്ടായിരുന്നു, 63 മരുഭൂമിയുണ്ട്, 64 എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ 64 എന്റെ പ്രാണൻ എടുക്കാൻ ആൾക്കാർ നിൽക്കുക, പക്ഷെ ഞാൻ സിയോനിന് പോകുകയല്ല, സിയോനിൽ വന്ന് ഞാൻ യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന് പ്രത്യേകത എന്താ? ഞാൻ യഹോവയ്ക്ക് നേർച്ചകൾ നേർന്ന് സിയോനിൽ വന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ നന്മകളാൽ അലങ്കരിക്കുമ്പോൾ മെച്ചത് കാണുന്ന ആരാന്നറിയോ? ആദ്യം കാണുന്നത് എന്നെ മരുഭൂമിയിലേക്ക് ഓടിച്ചവർ, 2 കാണുന്നവർ എൻ്റെ പ്രാണന് വേണ്ടി പതിയിരിക്കുന്നവർ. ആരൊക്കെയാണോ നിനക്ക് വിരോധമായി പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കി നിന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്, നിന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്, അവരാണ് ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. ദൈവം അങ്ങനെ നന്മകളാൽ അലങ്കരിക്കുമോ? ഇനി ആ സങ്കീർത്തനത്തിലേക്ക് വന്നേ. 65 സങ്കീർത്തനത്തിലേക്ക് വന്നേ. 65 സങ്കീർത്തനം 1-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ 2-ാം വാക്യം വായിച്ച്. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ചടവും നിന്റെ അടുക്കലേക്ക് വരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരും. മരുഭൂമിയിലേക്ക് ഓടിച്ചോരും വരും, പ്രാണഹാനി വരുത്താൻ നോക്കിയവരും വരും, ചതിച്ചവരും വരും, വഞ്ചിച്ചവരും വരും, സകല ദൈവത്തിന് വിരോധമായി പ്ലാൻ ഉണ്ടാക്കിയവരും പദ്ധതി ഉണ്ടാക്കിയവരും സകലരും ഞാനിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് വരും. ആമേനെന്ന് ഉറപ്പോടെ പറയാമെങ്കിൽ പറഞ്ഞു കർത്താവിന്. 2025 എന്തൊക്കെ പ്ലാൻ ആൾക്കാർ ഉണ്ടാകട്ടെ, ഇനി ഉണ്ടാക്കുന്നവരൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലമുണ്ട്, അത് ദൈവ സാന്നിധ്യം ഇരിക്കുന്ന സ്ഥലമാണ്. ഞാൻ അവിടേക്ക് മുൻകൂട്ടി എത്തിച്ചേർന്നു. നിങ്ങൾ ഈ സത്യം ആദ്യം അറിഞ്ഞു. ഇന്നും കൂടെ ഒരു തർക്കം പറഞ്ഞു. ഇന്നും കൂടെ ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ പണ്ടത്തെ ആദർശങ്ങൾ പാസ്റ്റർക്ക് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ആദർശം നഷ്ടപ്പെട്ടോ? എന്തു പറ്റി? അപ്പം എന്ത് പറഞ്ഞു, പാസ്റ്റർ പണ്ട് ആഭരണം ഇടുന്നതിന് പാസ്റ്റർ എതിരായിരുന്നു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? പാസ്റ്റർ ഇപ്പോൾ ആഭരണം അനുവദിക്കുന്നു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? ഞാൻ ആഭരണത്തിന് എതിരുമല്ല, ആഭരണത്തിന് അനുകൂലമല്ല. ഇന്നൊരാളെന്നോട് വിളിച്ച് പറഞ്ഞത്, പാസ്റ്റർ ആഭരണദാനത്തിൽ പാസ്റ്റർ എന്താ പറയുക, ഉപദേശം മാറ്റി. ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിളിൽ ഞാൻ കാണാത്ത ഉപദേശങ്ങൾ നിങ്ങൾ പറയരുത്, ഞാൻ പറഞ്ഞെന്ന് പറയരുത്. ഞാൻ പെന്തക്കോസ്തിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ ചെറുപ്രായം തൊട്ട് തന്നെ ബൈബിളിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തർക്കിക്കുമായിരുന്നു. കാരണം ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യം, അതൊക്കെ അവരവരുടെ അകത്ത് വരുന്ന തീരുമാനമാണ്. അപ്പം വെറുതെ ഒരു എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞൊരു ചൊറച്ചിലുണ്ടാക്കണ്ടേ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ വേറെ ഒരു പരിപാടി ഇവർക്കില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു സാരാംശം ഇതാണ്, നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് നിങ്ങളെ വളർത്തുന്ന വളർച്ചയിൽ ഇത് ഇഷ്ടപ്പെടാത്തവരും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരും ഉണ്ടാകും. അവർ നിങ്ങളെ വിട്ട് മാറിപ്പോകും. അവരെന്തെങ്കിലും കാരണം പറയും, നിങ്ങൾ പേടിക്കണ്ട. ഇവരെല്ലാവരും തിരിച്ച് ഈ വെളിപ്പാടിലേക്ക് തന്നെ വരും. ആമ്യം പറയാൻ പറ്റുമെങ്കിൽ ഉറപ്പോട് ആമ്യം പറഞ്ഞു. ഞാനിവിടെ ഇത് ഓൺലൈനിൽ ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന സാധനമാണ്. ഞാനപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. 2007 നമ്മൾ തൃശ്ശൂർ ടൗണിൽ
ജീവശബ്ദത്തിൻ്റെ പേരിൽ വർഷിപ്പ് ആരംഭിച്ചു. അതിന് ആരംഭിക്കാനുള്ള ഒരു ദൈവം കാണിച്ച കാഴ്ചപ്രകാരം അന്ന് ആരംഭിക്കാനുള്ള ഒരു കാരണം, എനിക്ക് സ്നാനപ്പെടുന്നവരോട് ആഭരണം ഊരാൻ പറയാൻ പറ്റുന്നില്ല. ഞാൻ IPCയുടെ പാസ്റ്ററാണ്. കാരണം ബൈബിൾ ഞാൻ പഠിച്ചപ്പോൾ അവരവരുടെ അകത്തുള്ള വളർച്ചയിലാണ് ഇത് ഊരേണ്ടത്, ലാളിത്യത്തിലാണ് ഊരേണ്ടത്. അത് അവരവർക്കുണ്ടാകേണ്ട വളർച്ചയാണ്. പക്ഷെ ബൈബിൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ ഇത് ഊരണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ബൈബിൾ വായിച്ചിട്ട് കണ്ടില്ല. പിന്നെ ഇവരെടുക്കുന്ന വാക്യം മറ്റേ സങ്കീർത്തനം ഉൽപ്പത്തി, യാക്കോബ് ആഭരണം കുഴിച്ചിട്ടതും പിന്നെ ഇസ്രായേൽ മക്കൾ വരുന്ന വഴിക്ക് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതും ഒക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊന്നും ബൈബിളിനകത്ത് പുതിയ ഉപദേശം തെളിയിക്കാൻ കരുത്തുള്ളവല്ല. ഞാനത് അങ്ങനെ പറഞ്ഞാണ് ടൗണിൽ ആരാധന ആരംഭിച്ചത്. ദൈവം എന്നെ കൃത്യമായി കാണിച്ചിട്ട് ആരംഭിച്ചത് 2008. നിങ്ങൾ കേൾക്കണം, ഒരു വലിയ പ്രസ്ഥാനത്തിനകത്തുനിന്ന് ദൈവാത്മനിക്കുന്ന വെളിപ്പാട് ഞാൻ ഈ കാര്യം ചെയ്തപ്പോൾ കണ്ടമാനം പേരെന്നെ വിമർശിച്ചു. രസം കേൾക്കണോ? 2022 പാസ്റ്റർ വത്സരം പ്രകാശന്റെ നേതൃത്വത്തിൽ IPCയുടെ ബൈലോ അമെൻമെന്റ് നടന്നു. അന്ന് IPCയുടെ ജനറൽ പ്രസിഡന്റ് കുമ്പനാട് വെച്ച് പറഞ്ഞു, ആഭരണധാരണം IPCയുടെ ഉപദേശം അല്ല. കേൾക്കണം നിങ്ങൾ. 14-15 വർഷങ്ങൾക്കിപ്പുറം 2008 തൊട്ട് 2023 വരെയുള്ള 15 വർഷങ്ങൾ ദൈവം എനിക്ക് തന്ന വെളിപ്പാട് ഞാൻ ഉറച്ചു പട്ടണത്തിൽ നിന്നു. IPCയുടെ പാസ്റ്ററായി തന്നെ നിന്നു. ഒടുവിൽ IPCയുടെ ജനറൽ പ്രസിഡന്റ് ബൈലോ അമെൻമെന്റ് നടത്തുന്ന സമയത്ത് പറഞ്ഞു, ആഭരണധാരണം IPCയുടെ ഉപദേശമല്ല. IPCക്ക് ആഭരണം ധരിക്കേണ്ടവർക്ക് ധരിക്കാം, ഊരേണ്ടവർക്ക് ഊരാം. അത് അവരവരുടെ ലാളിത്യമാണ്. കേൾക്കുന്നുണ്ടോ മകൾ? 15 വർഷം എന്നെ ക്രൂശിച്ചവരോടെ ഉണ്ടായിരുന്നു. 15 വർഷം. അപ്പൊ ഞാൻ പറഞ്ഞ സാരാംശം, ഒരു വെളിപ്പാടിന്റെ അകത്ത് കയറിയാൽ നീ ആ വെളിപ്പാടിന് വേണ്ടി ഉറച്ചു നിന്നാൽ ദൈവത്തിന്റെ കരമിന്റെ മേൽ ഫേവറായിട്ട് വെളിപ്പെട്ട് വരാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകരുത് കേട്ടോ. അവരുടെ ഊരിയവർ ഊരാത്തവരും തമ്മിൽ വഴക്കുണ്ടാക്കരുത്. അതിനല്ല ഞാൻ ഈ പറഞ്ഞു വന്നത്. ഞാൻ നിങ്ങളുടെ അകത്ത് ദൈവം തുറക്കുന്നൊരു വെളിപ്പാട് പറയുകയാണ്. മരുഭൂമിക്കകത്ത് നിങ്ങൾ അകപ്പെട്ടു പോകുമ്പോൾ, നോക്കിയ പ്രാണഹാനി വരുത്തുന്നവർ നിനക്ക് വിരോധമായി തിരിയുമ്പോൾ, നീ സിയോനിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാമോ? നിന്റെ അടുക്കിലേക്ക് ദൈവം അവൻ മഹത്വത്തോടെ ഇറങ്ങി വരും. അവൻ ഇറങ്ങി വരുമ്പോൾ ആ വരവ് പുഷ്ടി തുറക്കുന്ന വരവായി മാറും. ഓക്കെ, ഞാൻ ഇനി ആ വാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. സങ്കീർത്തനം 65 തന്നെ നിങ്ങൾ വന്ന് ആർക്കും ഇതിനകത്ത് ഡൗട്ടുകൾ ഉണ്ടാകരുത്. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ 3-4 മിനിറ്റ് കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഡൗട്ട് വന്നെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സങ്കീർത്തനത്തിലേക്ക് തന്നെ വരികയാണ്. സംവത്സരത്തെ ദൈവം നന്മകൾ കൊണ്ട് കിരീടമണിയിപ്പിക്കും. ദൈവത്തിന്റെ പാതകൾ നിന്റെ ഭവനത്തിലേക്ക് തുറക്കും. എങ്ങനെ ദൈവത്തിന്റെ പാത തുറക്കുന്നത്? അത് സാന്നിധ്യമാണ്. അത് അവന്റെ മഹത്വം ഇറങ്ങി വരും. നീ ഇരിക്കുന്ന ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങും. അത് ഇന്ന് രാത്രി ഇറങ്ങാം. സാന്നിധ്യം ഇറങ്ങുമ്പോൾ അത് വെറും തരിപ്പല്ല. ഇറങ്ങി വരുന്ന സാന്നിധ്യം ദൈവ സാന്നിധ്യമാണെങ്കിൽ ആ സാന്നിധ്യത്തിനകത്ത് യഹോവയുടെ പുഷ്ടിയുണ്ട്. അതില്ലാത്തവനെ മുളപ്പിക്കും. ചോദിക്കുക അഹരോനോട്. അഹരോൻ പറയും, ഞാൻ ആ വടിയുണ്ടല്ലോ ആ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് ഒരു രാത്രി കൊണ്ട് ആ വടിയെ അത് തളിർപ്പിച്ചു, അത് പൂപ്പിച്ചു, അത് ഫലം കായ്പിച്ചു. സാന്നിധ്യത്തിന് നിന്റെ ഭവനത്തിനകത്ത് പുഷ്ടി തുറക്കാൻ കരുത്തുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടു പോയവനെ അത് തുറക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ സങ്കീർത്തനം. അപ്പം എപ്പോഴും നിങ്ങൾ ദൈവത്താൽ ബ്ലെസ്സഡ് ആകണമെങ്കിൽ ഈ ബ്ലെസ്സിങ്ങിന്റെ സന്ദേശങ്ങളല്ല കേട്ടോ നമ്മളെ ബ്ലെസ്സഡ് ആക്കുന്നത്. ദൈവാനുഗ്രഹിക്കും ആ സന്ദേശം അല്ല നിങ്ങളെ ബ്ലെസ്സഡ് ആക്കുന്നത്. ബ്ലെസ്സിങ് തുറക്കുന്നത് എന്തിനാലാണെന്ന് നിങ്ങൾ അറിയണം. ദൈവിക അനുഗ്രഹങ്ങൾ തുറക്കുന്നത് പൗരോഹിത്യത്താലാണ്. ദൈവിക പ്രീസ്റ്റ്ഹുഡിനാലാണ് ദൈവിക അനുഗ്രഹങ്ങൾ തുറക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. പൗരോഹിത്യമാണ് അനുഗ്രഹം തുറക്കുന്നത്, രാജ്യത്വമാണ് വാഴ്ച തുറക്കുന്നത്. ഈ സന്ദേശത്തിൽ, ഈ രാത്രിയുള്ള ഓൺലൈൻ സന്ദേശത്തിൽ ബാക്കിയെല്ലാം മറന്നോ. ഈ ഒരു ക്യാപ്ഷൻ നിങ്ങളുടെ അകത്ത് കിടക്കണം. ഡിവൈൻ പ്രീസ്റ്റ്ഹുഡ് ആണ് നിങ്ങളുടെ മേൽ ബ്ലെസ്സിംഗ് തുറക്കുന്നത്. ഖണ്ഡമാന ഉദാഹരണം എനിക്ക് പറയാനുണ്ട്. ബൈബിളിൽ തെളിവുകൾ പറയാനുണ്ട്. ലിൻസി, എനിക്ക് എന്തെങ്കിലും ഒരു വെള്ളം വേണേ. ഓക്കെ, ശ്രദ്ധിക്കൂ. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചോ? ഹലോ, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചോ? എത്ര അധ്യായത്തിൽ വേം പറ. എത്രാം അധ്യായത്തിൽ? ഉൽപ്പത്തി 12:1-2. എന്റെ കർത്താവ്, എന്റെ കൊച്ചുമോനെ, നീ എവിടെയാടാ? ഓടിപാടാ. നീ ഒരു മിടുക്കനാടാ. ഇവരെല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുക. ഉൽപ്പത്തി പുസ്തകം. ബോണിക്കുട്ടനുണ്ടല്ലോ, അവന് അത്യാവശ്യം നന്നായിട്ട് ബൈബിൾ അറിയട്ടോ. അവൻ നിരന്തരം നിങ്ങളെക്കാളെല്ലാം നന്നായിട്ട് അവൻ ബൈബിൾ വായിക്കുന്നവനാണ് കേട്ടോ.
കൺഗ്രാജുലേഷൻ മോനെ, ഞാൻ എത്ര നേരമായി ചോദിച്ചു, നീ ഇല്ലാത്തതിന്റെ ക്ഷീണം എവിടെ ഉണ്ടായിരുന്നു എനിക്ക്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. പക്ഷേ അബ്രഹാമിന്റെ മേൽ അടുത്തൊരു അനുഗ്രഹം വന്നു, മൽക്കീസദേക്കിനാൽ. കണ്ടോ ആ അനുഗ്രഹം വന്ന എത്ര അധ്യായത്തിലാ? മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ച എത്ര അധ്യായത്തിലാണ്? ഇല്ലേ? ആരും ഇല്ലേ ഇവിടെ? ഈ 38 പേരും ഉണ്ടായിരിക്കുക. മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചത് ഏത് അധ്യായത്തിലാണ്? 18 അല്ല, 14 പിടിച്ചാലേ. പണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി വരുമോ പോലെ ലാസ്റ്റ് നീ, ഞാൻ 15 മതി അച്ഛൻ സമ്മതിച്ചിട്ട് നീ ചെല്ല് 10 കൽപ്പനയാന്ന് പറഞ്ഞിട്ട് കേട്ടോ കഥ കണ്ടോ? പോട്ടെ, ഇനി അങ്ങോട്ട് പോയ സമയം പോവും. അപ്പം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ മൽക്കീസദേക്ക് അബ്രഹാമിന്റെ അടുക്കൽ വന്ന് സ്വർഗത്തിലേക്ക് കരമുയർത്തി. നമ്മൾ വിചാരിക്കും കര ഉയർന്ന് വെറുതെ ഉയർത്തുന്നതെന്ന്. കര ഉയർന്ന് വെറുതെ ഉയർത്തുന്നില്ല. ഈ നമ്മളിങ്ങനെ ഈ എന്താ പറയുക, നമ്മുടെ പ്രവാചകന്മാർ വർഷിപ്പ് ലീഡേഴ്സ് നമുക്ക് കരമുയർത്തി ഹല്ലേലൂയ പറയാം എന്ന് പറയുമ്പോൾ നമ്മൾ കര ഉയർത്തും. നമ്മൾ കര ഉയർത്തുന്ന അവർ പറഞ്ഞുകൊണ്ട് ഉയർത്തുന്നതാ, പ്രൈസ് ദി ലോർഡ് പറയും. അങ്ങനെയല്ല, വെളിപ്പാടുള്ളവൻ കരമുയർത്തുന്നത് ഉടമ്പടിയുടെ ദൈവത്തിങ്കിലേക്കാണ്. കര ഉയർത്തിയാൽ അതിന്റെ അർത്ഥം ഞാൻ കരമുയർത്തുന്നു, എന്നോട് ഉടമ്പടി ചെയ്ത ദൈവമുണ്ട്, ആ ദൈവത്തിങ്കിലേക്ക് വെളിപ്പാടിലാണ് കരമുയർത്തുന്നത്. മൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തിങ്കിലേക്ക് കരമുയർത്തിക്കൊണ്ട് അവൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കാൻ കാരണം സ്വർഗത്തിൽ നിന്ന് തുറക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ മേൽ ഓപ്പൺ ആകുന്നത് പ്രീസ്റ്റ്ഹുഡിനാലാണ്, പൗരോഹിത്യത്താലാണ്. അതുകൊണ്ടാണ് യെരൂശലേം ദേവാലയത്തിൽ വന്ന് മടങ്ങിപ്പോകുന്ന ഇസ്രായേൽ മക്കളോട് നോക്കിയ അഹ്റോന്റെ തലമുറയോട് പറഞ്ഞു, നീ അവരെ അനുഗ്രഹിക്കണം. അപ്പൊ അനുഗ്രഹിക്കുന്നത് രാജാവല്ല, അനുഗ്രഹിക്കുന്നത് പുരോഹിതനാണ്. ആമേൻ. അതുകൊണ്ട് സകല ജഡം എന്റെ അടുക്ക വരാൻ, നിങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. സൗവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവമുണ്ട്. അത് അനുഗ്രഹമല്ലേ? സൗവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നത് ദൈവത്താലുള്ള അനുഗ്രഹമല്ലേ? അപ്പൊ ആ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ വരണം? നിങ്ങൾ ആലയത്തിൽ വരണം. സകല ജഡവും ആലയത്തിലേക്ക് വരിക, പ്രാർത്ഥന കേൾക്കുന്നവന്റെ അടുക്കിലേക്ക് വരിക. അവിടെ പൗരോഹിത്യം ഓപ്പണാണ്. എടുത്ത് നിങ്ങൾ സംഖ്യാപുസ്തകം, ഞാൻ ബാക്കി തെളിയിക്കാൻ കാരണം ഇതൊക്കെ ഡൗട്ടുകൾ വരാം, ഇതൊക്കെ ക്ലിയർ കട്ടായിട്ട് പോകണം കേട്ടോ. ഒരു സംശയമില്ല, സവ്വത്സരത്തെ നന്മകൾ കൊണ്ട് ദൈവം അലങ്കരിക്കും. കാരണം അതിന് തക്കവണ്ണമുള്ള പൗരോഹിത്യം ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. എടുത്തോ സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യം. എനിക്ക് ബൈബിൾ കൊണ്ട് തെളിയിച്ച് പിടിപ്പിക്കണമെന്ന് എന്നെ കെ തോമസ് പാസ്റ്റർ പഠിപ്പിച്ച കാര്യമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ ബൈബിൾ പഠിക്കണം. വെറും ആവേശത്തിന്റെ പുറത്ത് മാത്രം നിങ്ങൾ സ്തോത്രം പറയരുത്. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നേ. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യം, 24-ാം വാക്യം. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. കണ്ടോ, ആര് വെക്കണം? അഹരോന്റെ തലമുറ. അഹരോന്റെ സന്തതിക്കാണ് പൗരോഹിത്യം തന്നത്. അപ്പൊ അഹരോന്റെ സന്തതി ഉണ്ടെങ്കിൽ അവർ ജനത്തെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹമാണ് രാജ്യത്തെ അനുഗ്രഹമാക്കുന്നത്. അപ്പൊ വെറുമൊരു വാക്കല്ല അവിടെ നടക്കുന്നത്. ആലയത്തിൽ നടക്കേണ്ട ശുശ്രൂഷ നടന്നാൽ ആലയത്തിൽ നടക്കുന്ന ശുശ്രൂഷയുടെ ഒടുവിൽ പുരോഹിതൻ വയ്ക്കുന്ന അനുഗ്രഹം അവരുടെ തലമേൽ വരികയാണ്. അങ്ങനൊരു ദൈവം ഉണ്ട് കേട്ടോ, അങ്ങനൊരു അനുഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കി ഇനി അപ്പോൾ 64-ാം സംഘത്തിലേക്ക് വരിക, അല്ല സംഘത്തിന് 65-ലേക്ക് വരികയാണ്. അപ്പോൾ 65-ൽ എന്താ നടക്കുന്നത്? 65 നടക്കുന്നത് 1:65 65-ന്റെ 3-ാം വാക്യം ഒന്ന് ഓടിച്ച് വായിക്കാൻ മാറില്ല. 1-2 പേര് 3-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. അപ്പൊ ഒന്ന് ആലയത്തിൽ വന്നാൽ പാപപരിഹാരമുണ്ട്. അപ്പൊ പാപമല്ലേ ശാപം കൊണ്ടുവന്നേ? പാപപരിഹാരം നടന്നാൽ എന്ത് വരും? നീതി വെളിപ്പെടും. നീതി വെളിപ്പെട്ടാൽ എന്ത് വരും? അനുഗ്രഹം വെളിപ്പെട്ടു വരും. ഇതിന്റെ റൂട്ട് പഠിച്ചോ? പാപപരിഹാരം മടക്കുന്നിടത്ത് അനുഗ്രഹം തുറന്നു വരും. ഒന്ന്
പാപങ്ങൾക്ക് പരിഹാരം വന്നു. 2, നിന്റെ പ്രാകാരം. നമ്മളെ 4 വാക്യം കൂടെ വായിച്ച്, 4 വാക്യം കൂടെ. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. അപ്പൊ ആലയത്തെ കുറിച്ചൊരു വെളിപ്പാട് ഇവരകത്ത് കയറി. 1, പാപപരിഹാരം. 2, ആരാധന നടക്കുന്നു. 3, ഇവർക്കൊരു കാര്യം മനസ്സിലായി, ആലയത്തിലാണ് പുഷ്ടിയുള്ളത്. ഹല്ലേലൂയ, ആലയത്തിന് പുഷ്ടിയുണ്ട്. ഓ റാബാന ശംബൽ ഘടകദന വൈശപ്രവടപന ഘടകദന. ഞാൻ പറഞ്ഞ ആ വെളിപ്പാട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആലയത്തിനകത്ത് പുഷ്ടിയുണ്ട്. അവിടെ നടക്കുന്ന യാഗമൃഗത്തിന്റെ യാഗവസ്തുവിന്റെ ഭോജനം ദൈവാത്മാവ് അവർക്ക് നൽകുന്നുണ്ട്. ആലയത്തിന് പുഷ്ടിയുണ്ട്. അപ്പൊ യാഗഭോജനം അവർ ഭക്ഷിക്കുന്നുണ്ട്. ഇറങ്ങി വരുന്ന സാന്നിധ്യം അവിടെയുണ്ട്. പുരോഹിതന്മാർ കൽപ്പിക്കുമ്പോൾ അവരുടെ തലമേൽ വരുന്ന അനുഗ്രഹമുണ്ട്. അവരുടെ മേൽ ഇറങ്ങി വരുന്ന മഹത്വമുണ്ട്. ആലയത്തിന് പുഷ്ടിയുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ദൈവം നമ്മളെ ഓൺലൈനായി കൂട്ടിയിരിക്കുന്നു. ഇതൊരു ആത്മീക സംഗമമാണ്. ഇതിനകത്ത് ദൈവാത്മാവ് അവന്റെ പുഷ്ടികൾ തുറക്കുന്നുണ്ട്. എത്രയെത്ര അത്ഭുതങ്ങളെ നടക്കുന്നത്, എത്രയൊക്കെ ദൈവപ്രവർത്തികളെ നടക്കുന്നത്. ഞാൻ എന്തിനാണെന്നറിയാം, ഈ 2-ാം തീയതി ആരംഭ രാത്രി തന്നെ ഓടി വന്ന് കയറാൻ കാരണം ഇത് അനുഭവിക്കേണ്ട ചിലർ ഇതിനകത്തുണ്ട്. എല്ലാവരും ഉണ്ടോ എനിക്കറിയില്ല. ഇത് ദൈവത്തിന്റെ അടുക്കളയ്ക്ക് പാപപരിഹാരത്തിന് വേണ്ടി ഓടി വരുന്നവർ, ദൈവത്തെ ആരാധിക്കാനായി ഓടി വരുന്നവർ. 1, പാപപരിഹാരം. 2, ആരാധന. 3, വെളിപ്പാട്, ആലയത്തിലെ പുഷ്ടിയെ കുറിച്ചുള്ള വെളിപ്പാട്. 4, അവർ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. 5 വാക്യം 5. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അപ്പൊ അതാണ് കാര്യം. സംവത്സരത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കാൻ കാരണം, കൊറോണേഷൻ വിത്ത് ബൗണ്ടി അനുഗ്രഹിക്കാൻ കാരണം, ഇവരങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, ആശ്രയിക്കുന്നവന് വേണ്ടി ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരം നൽകും. ഭയങ്കരമായ കാര്യങ്ങളാൽ. അതൊക്കെ ഈ വചനമൊക്കെ ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞു. ദൈവം ഭയങ്കരമായ കാര്യങ്ങളാൽ ഭയങ്കര അത്ഭുതം എന്റെ വീട്ടിൽ മടക്കും. അങ്ങനെ പറഞ്ഞോ? നീ ബൈബിള് വചനമല്ലേ പറഞ്ഞു? അങ്ങനെ പറഞ്ഞു, ഭയങ്കര അത്ഭുതങ്ങൾ എന്റെ വീട്ടിൽ മടക്കും. ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ എന്റെ വീട്ടിൽ വെളിപ്പെടും. എന്റെ തലമുറ മേൽ ഭയങ്കര അത്ഭുതങ്ങൾ. ദൈവം ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരമരുളുന്നവനാണ്. കാരണം ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിലാണ്. ഞാൻ വന്നിരിക്കുന്നത് പാപപരിഹാരം നടക്കുന്ന സ്ഥലത്താണ്. ഞാൻ വന്നിരിക്കുന്നത് ആരാധന നടക്കുന്ന പ്രാകാരത്തിലാണ്. ഞാൻ വന്നിരിക്കുന്നത് പുഷ്ടിയുള്ള ആലയത്തിലാണ്. ഇതെല്ലാം കൂടെ നടക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരം നൽകും. ഭയങ്കര കാര്യങ്ങളാൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാൽ ഉത്തരം നടക്കും. ഞാൻ വിശ്വസിക്കുന്നു 2026, 2025 വരെ കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നടക്കും. ഷാദൽ ഘടകദന വൈശപ്രൗഢമന മരിച്ചവർ ഉയർക്കട്ടെ എന്ന്. എന്റെ ദൈവം അതിന് ശക്തിയുള്ളവനാണ്. ഭയങ്കര കാര്യങ്ങളാൽ ദൈവം ഉത്തരം വരും. ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞോ, ഏത് മാരക രോഗവും സൗഖ്യമാകും. ഏത് മരിച്ച ഡെഡ് ബോഡിയും എഴുന്നേറ്റ് വരും. ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരമരുളുന്ന സംവത്സരത്തെ നന്മകളാൽ തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കൊറോണേഷൻ ചെയ്യും. കൊറോണേഷൻ വിത്ത് ബൗണ്ടി. 2026 ദൈവം നന്മകളാൽ നിങ്ങളെ പുഷ്ടിയോടെ അനുഗ്രഹിക്കുന്ന വർഷമായി മാറട്ടെ. ഷാദരാതിരാധന. ഒരു ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റും. ഒരു ദൈവപ്രവൃത്തി, ഒരു വചനം നിന്റെ വായിൽ വന്നാൽ, ഒരു കൃപാവരം നിന്റെ വായിൽ വന്നാൽ, ഒരു ദർശനം നിന്റെ കണ്ണിൽ നീ കണ്ടാൽ, ഒരു ശബ്ദം നിന്റെ ചെവിയിൽ കേട്ടാൽ, അത് മതി നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറാൻ. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നവരുണ്ടെങ്കിൽ 1-2 മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞേരെ. ചരിത്രത്തെ മുഴുവൻ തിരുത്തുവാൻ, ജീവിതത്തെ മൊത്തം തിരുത്തുവാൻ, 2026 എന്ന വർഷത്തെ അങ്ങനെ തന്നെ തിരിക്കുവാൻ കരുത്തുള്ളവനിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഒരു മിനിറ്റ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നന്ദി പറയാമെങ്കിൽ പറഞ്ഞോ, ഒന്ന് പ്രഖ്യാപിക്കാമെങ്കിൽ പ്രഖ്യാപിച്ചോ. ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരം മരളുന്ന എന്റെ അപ്പന്റെ സാന്നിധ്യമുള്ള ആലയത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ആലയം എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയാണ്. ആലയം എന്റെ കാത്തി
കാത്തിരിപ്പുകൾക്ക് മറുപടിയാണ്. 1, 2, 3 മിനിറ്റ് എല്ലാവരും അതിരങ്ങൾ തുറന്ന് മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. ഷാദൽ ഘടകമല. ഇതെല്ലാവർക്കുമല്ല, ആശ്രയിക്കുന്നവർക്ക് ഇത് സംഭവിച്ചിരിക്കും. ആശ്രയിക്കുന്നവരെ മേൽ ഇത് സംഭവിച്ചിരിക്കും. രെഹബയാം, മീക, എഫ്രാത്ത് പട്ടണം, ബേഥേൽ പട്ടണം പണിതുപോലെ ഇന്ന് രാത്രി നീയാകുന്ന പട്ടണത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ യഹോവ പണിയാൻ പോവുകയാണ്. പണിയാൻ പോവുകയാണ്. പണിയുന്നവന്റെ കരം തെരഞ്ഞു, പണിയുന്നവന്റെ കരം അടുത്തു വരുന്നു, പണിയുന്നവന്റെ കരം തുറന്നു വരുന്നു. ഈ രാത്രി പണിയുന്നവന്റെ കരം തുറന്നു വരുന്നു. ഷാദൽ ഘടകത്തിന, അന്തൽ പ്രൗഢമന ഘടകത്തിന, വൈഡ പ്രൗഢമന ഘടകത്തിന. അങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു. ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരം മറളുന്ന എന്റെ ദൈവം. ഓ റാബാന ശംദലാദിരാധനാരകശസ് ഞാൻ ഒറ്റ വാക്കൂടെ പറഞ്ഞ് നമുക്കിത് പ്രാർത്ഥിക്കാം. ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം, ഈ വിഷയം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പം സബലസരത്തെ നന്മകളാൽ ദൈവം അലങ്കരിക്കുമ്പം അതിന് കാരണം അവരുടെ അകത്തുള്ള വെളിപ്പാട് നോക്കണം നിങ്ങൾ. ഒന്ന്, ഭയങ്കര കാര്യങ്ങളാൽ ദൈവം ഉത്തരവുള്ളൂ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദൈവം സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 127 സംഗീതത്തിൽ ഞാൻ പറഞ്ഞത്, ദൈവം സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അപ്പോൾ സ്വപ്നം കാണുന്ന പോലെയുള്ള ഒരു മടങ്ങി വരവ് ദൈവാത്മാവ് ചെയ്യൂ. സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി ദൈവം ചെയ്യൂ. 126 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണത്. 1-ാം വാക്യമാണ് 126 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണത്. യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. സങ്കീർത്തനം 2026 ഇല്ല. സങ്കീർത്തനാകെ 126 ഉള്ളൂ, 150 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവസാനം കിട്ടുന്ന 26 വേണേ കയറി പിടിച്ചോ. അപ്പം അല്ലെ 2026 വായിക്കാൻ വേണ്ടി 2026 സങ്കീർത്തനം നമുക്കില്ല, 126 ഉള്ളൂ. അപ്പോൾ 126 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ എങ്ങനെയായിരുന്നു? അപ്പോൾ സ്വപ്നതുല്യമായ ദൈവപ്രവൃത്തി ദൈവം ചെയ്യൂ. ഓ, അങ്ങനെയൊന്നും ചെയ്യല, അങ്ങനെയൊന്നും ദൈവം ചെയ്യല. ദൈവം ഇപ്പോൾ കുറേ കാലമായിട്ട് നിശബ്ദനാണ്. അതെ, 70 വർഷമായിട്ട് നിശബ്ദനായിരുന്നു ദൈവം. പക്ഷേ 70-ാമത്തെ വർഷം ദൈവം നിശബ്ദത പൊട്ടിക്കും. 70-ാമത്തെ വർഷം ദൈവം പ്രവാചകനിലൂടെ, യിരെമ്യാ പ്രവാചകനിലൂടെ പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം ദൈവാത്മാവ് കെട്ടുപൊട്ടിച്ച് സ്വപ്നതുല്യമായൊരു മടങ്ങി വരവുണ്ട്. സ്വപ്നതുല്യമായൊരു മടങ്ങി വരവുണ്ട്. സ്വപ്നതുല്യമായൊരു മടങ്ങി വരവുണ്ട്. അപ്പോൾ സ്വപ്നതുല്യമായൊരു മടങ്ങി വരവ് നിനക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്നുള്ളൊരു വെളിപ്പാടിൽ നീ കാത്തിരിക്കണം. നിന്റെ വിശ്രമവും നിന്റെ ആശ്രയം അതായിരിക്കണം. കണ്ടോ? നീ അല്ലാണ്ട് കരഞ്ഞു കൂവി നില വിളിച്ച് എനിക്ക് ആർക്കും ഇല്ലാത്തൊക്കെ എനിക്ക് വന്നേക്കാണെന്ന് പറഞ്ഞു എനിക്കിങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഈ വയ്യപത്തോ പറഞ്ഞ് നിർത്തണം. സ്വപ്നത്തിൽ കാണാൻ പറ്റുന്ന എൻ്റെ ദൈവത്തിൽ ദൈവം എൻ്റെ ദൈവം ചെയ്താൽ അതായിരിക്കും. അപ്പം ഇവിടെ ഞാൻ 3 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒന്ന്, ഇവരുടെ വെളിപ്പാട് സ്വപ്നതുല്യമായി പ്രവർത്തി ചെയ്യാൻ കാരണം, സബ്ബലസ്ഥലത്ത് നന്മ കൊണ്ട് അലങ്കരിക്കാൻ കാരണം, ഒന്ന്, നമ്മുടെ ദൈവം സൃഷ്ടിതാവാണ്. വാക്യം 7, സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നവനാണ്. കണ്ടോ? അപ്പൊ അവരെ പ്രാർത്ഥിക്കാനിരിക്കുന്ന, ആരാധിക്കാൻ വന്നിരിക്കുന്ന, സിയോനിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അകത്തുള്ള വെളിപ്പാട് എന്താണ്? എൻ്റെ ദൈവമാണ് സൃഷ്ടിച്ചവൻ. ആ ദൈവമാണ് ഈ ഭൂമിയിലുള്ള സമുദ്രങ്ങളെ, ഈ ഭൂമിയിലുള്ള നോക്കിയ തിരമാലകളെ എല്ലാം ശമിപ്പിക്കുന്നവനാണ്. ജാതികളുടെ കലകത്തെ അപ്പം ഈ പ്രാർത്ഥിക്കാനിരിക്കുന്നവന്റെ അകത്തുള്ള വെളിപ്പാട് കണ്ടോ? ഞാൻ ഇന്നലെ ഇരുന്ന് മരുഭൂമിയിലാണ്, എനിക്ക് കുറച്ച് സങ്കടം മിനിഞ്ഞാന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അപ്പൻ ജാതികളുടെ കലകത്തെ ശമിപ്പിക്കുന്നവനാണ്. എൻ്റെ അപ്പൻ സമുദ്രത്തെ സൃഷ്ടിച്ചവനാണ്. എൻ്റെ അപ്പൻ തിരമാലകളെ ഒതുക്കുന്നവനാണ്. എൻ്റെ അപ്പൻ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്നവനാണ്. അവിടെ പദമുണ്ട്, അവൻ പർവ്വതങ്ങളെ
ഒരു വാക്കിന്റെ അകത്ത് ഓർമ്മ വന്നു, എവിടെയാന്ന് കാണാം. അവ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നവനാണ്. കണ്ടോ, അവ പ്രപഞ്ചത്തിൽ ഇടപെടുന്നവനാണ് എന്റെ ദൈവം. അപ്പൊ പ്രപഞ്ചത്തിൽ ഇടപെടുന്ന ദൈവം നിന്റെ കുടുംബത്തിൽ ഇടപെടുവോ? നിന്റെ വർഷത്തിൽ ഇടപെടുവോ? അങ്ങനെ പറയണമെന്നേ. പ്രപഞ്ചത്തിൽ ഇടപെടുന്ന എൻ്റെ ദൈവം, എൻ്റെ മുമ്പിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ഈ 2026 എന്ന വർഷത്തിൽ അവൻ ഇടപെടും. പ്രപഞ്ചത്തെ അവൻ നിയന്ത്രിക്കുന്നവനാണെങ്കിൽ എൻ്റെ വർഷത്തെ അവൻ നന്മ കൊണ്ട് അലങ്കരിക്കും. കാരണം ഞാൻ പാപമോചനത്തിനായി ആലയത്തിൽ വന്നവനാണ്, ഞാൻ പൗരോഹിത്യം അനുഭവിക്കുന്നവനാണ്, ഞാൻ കിങ്ഷിപ്പ് അനുഭവിക്കുന്നവനാണ്. ദൈവരാജ്യത്തിന്റെ വെളിപ്പാടിന്റെ അകത്തുണ്ട്. ഒന്ന്, നമ്മുടെ ദൈവം സൃഷ്ടിതമാണ്. രണ്ട്, നമ്മുടെ ദൈവം അവൻ 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 നിയന്ത്രിക്കുന്നവനാണ്. വാക്യം 8, 65 ഭൂസീമവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിന്റെയും അസ്തമനത്തിന്റെയും ദിക്കുകളെ കണ്ടോ, ഉദയത്തെയും അസ്തമനത്തെയും ഭൂസീമവാസികളെയും നിയന്ത്രിക്കുന്നവനാണ് എൻ്റെ അപ്പൻ. അപ്പൻ ഈ പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അപ്പൻ എൻ്റെ മുമ്പിലുള്ള വർഷത്തെ നിയന്ത്രിക്കാതിരിക്കുമോ? ഹലോ, ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഒന്ന്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ അവൻ നിയന്ത്രിക്കാതിരിക്കുമോ? വാക്യം 9, അവൻ സംരക്ഷ. ഇനി ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാനിത് ബുധനാഴ്ച രാത്രി പറഞ്ഞതാണ്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. അപ്പം നമ്മുടെ ഭവനത്തെ ദൈവം നനയ്ക്കുമോ? നമ്മുടെ ചർച്ചിനെ ദൈവം നനയ്ക്കുമോ? ഭൂമിയെ ദൈവം നനയ്ക്കുമോ? ഇനി അടുത്ത വാക്ക്, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഞാനിതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞിരുന്നു. ഇത് അവർ തന്നെ നദിക്ക്, അപ്പോൾ ആരെ മഴ പെയ്യുന്നത്? മഴ പെയ്ക്കുന്ന ദൈവം. ആ കാലഘട്ടത്തിലെ ചരിത്രം നിങ്ങൾ അറിയണം. ആ കാലഘട്ടത്തിൽ മഴ പെയ്യിക്കുന്നത് ബാലാണ്, അസ്തരോത്താണ്, ജാതികൾ. അതിനുവേണ്ടി അവർ പുത്രന്മാരെ പൂജ അർപ്പിക്കുക. ആ സമയത്ത് ഇത് പറയുന്നവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മഴ പെയ്യിപ്പിക്കുന്നത്, ഞങ്ങൾ സിയോനിൽ കാത്തിരിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവം മഴ പെയ്യിപ്പിക്കുന്നവർ. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കും. അപ്പോൾ ഏതാ ദൈവത്തിൻ്റെ നദി? മഴ പെയ്യുമ്പോൾ ആ മഴയിൽ പെയ്യുന്ന വെള്ളം ഇവരുടെ ചെടികളുടെ അകത്ത് എത്തിക്കാനായിട്ട് ഇവർ വെട്ടിയ നദിയുണ്ട്. തമ്പുരാൻ പറയുക, സങ്കീർത്തനക്കാരൻ പറയുക, ദൈവത്തിന്റെ നദി വെട്ടിയതാരാ? ഞങ്ങളാണ്. എവിടേക്കാ വെട്ടിയത്? ഞങ്ങളുടെ കൃഷി സ്ഥലത്തേക്കാണ്. എവിടെന്നാ വെട്ടിയത്? നദിന്ന്, യോർദാൻ നദിന്ന് വെട്ടിയിരിക്കുന്നത്. പക്ഷെ നദി ഇപ്പൊ ഞങ്ങളുടെ വില വെട്ടിയത് ഞങ്ങൾ. പക്ഷെ ഇപ്പോൾ നദി ദൈവത്തിന്റെ നദിയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവം നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ അവകാശം തന്നു. ദൈവം നിങ്ങൾക്കൊരു കഴിവ് തന്നു. നിങ്ങളൊരു ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ദൈവം നിങ്ങൾക്കൊരു പഠനം തന്നിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെതാണെന്ന് വെളിപ്പാട് വരുന്നുണ്ടോ? എങ്കിൽ ദൈവത്തിന്റെ നദിയിൽ വെള്ളം പറയും. ആരെ നദിയിൽ വെള്ളം പറയും? ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവം തന്ന തലമുറകൾ നിങ്ങളുടേതാണോ ദൈവത്തിൻ്റെതാണോ? ഓ കൃപ. തലമുറകൾ ദൈവത്തിൻ്റെതാണെന്നുള്ള വെളിപ്പാട് വന്നാൽ തലമുറകൾ ബ്ലെസ്സഡാകും. ദൈവം തന്ന ജോലി ദൈവം തന്നതാണ്, ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യം വന്നാൽ, ദൈവം തന്ന ബിസിനസ് നിങ്ങൾക്ക് ദൈവം തന്നത് മുഴുവൻ ദൈവത്തിൻ്റെതാണെന്നുള്ള വെളിപ്പാട് വന്നാൽ തന്നത് മുഴുവൻ ബ്ലെസ്സഡാകാൻ തുടങ്ങും. അതിന് ആമേൻ പറ. ഉറപ്പോടെ നമ്മുടെ മൈൻഡിനകത്ത് നമുക്കൊരു മാറ്റം വരണം. എനിക്ക് തന്ന ജീവിതം എന്റേതല്ല, ദൈവത്തിൻ്റെതാണ്. എൻ്റെ കുടുംബം എന്റേതല്ല, ദൈവത്തിൻ്റെതാണ്. എൻ്റെ ജോലി എന്റേതല്ല, ദൈവത്തിൻ്റെതാണ്. എൻ്റെ ശുശ്രൂഷ എന്റേതല്ല, ദൈവത്തിൻ്റെതാണ്. എൻ്റെ സഭ എന്റേതല്ല, ദൈവത്തിൻ്റെതാണ്. തന്നത് മുഴുവൻ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെതാണെങ്കിൽ അതിനകത്ത് വെള്ളം നിറയും. ദൈവത്തിലേക്ക് കൈമാറിയാൽ അതിനകത്ത് വെള്ളം നിറയും. ഒരു കാര്യം ചോദിച്ചോട്ടെ, മക്കൾ നിങ്ങളുടേതാണോ ദൈവത്തിൻ്റെതാണോ? ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ അകത്തുള്ള ഒരു കാര്യം ഞാൻ തെളിയിച്ചത്, നിങ്ങളുടേതാണോ ദൈവത്തിൻ്റെതാണോ? മിണ്ടുന്നില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെയാണോ ദൈവത്തിൻ്റെ ആണോ? ഒന്ന് ദൈവത്തിന്റെ. ആരാ ദൈവത്തിൻ്റെ ആദ്യം പറഞ്ഞ? ആരാദ്യം പറഞ്ഞെന്ന് പറ. മിണ്ടുന്നില്ല. ആരാദ്യം പറഞ്ഞെന്ന് മിണ്ടുന്നില്ല. ഞാനാന്ന് പറയാൻ ആരുമില്ല. മക്കൾ നിങ്ങളിത് പറയുമ്പോൾ ദൈവത്തിൻ്റെ എന്നൊക്കെ പറയും. നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെതാണ്, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുകയല്ല. ഈ പറ, മക്കൾ ആരെയാന്ന് പറ, വേഗം പറ, കേക്കട്ടെ. മക്കൾ ആരെയാന്ന് പറ. ഞാൻ ചോദിച്ചു, ദൈവം തന്നതാണ്, ആരെയാന്ന് ഞാൻ ചോദിച്ചത്. ദൈവമാണ് മക്കളെ തന്നത്. ദൈവത്തിന്റെ മക്കളാണെന്നുള്ള വെളിപ്പാട് വന്നാൽ, ദൈവത്തിന്റെ ബിസിനസ് ആണെന്നുള്ള വെളിപ്പാട് വന്നാൽ, ദൈവത്തിന്റെ ജോലിയാണെന്നുള്ള വെളിപ്പാട് വന്നാൽ, ദൈവത്തിൻ്റെതാണെന്ന് വന്നാൽ നിങ്ങളുടെ അകത്തുള്ള ടെൻഷൻ മാറും.
എന്താ ടെൻഷൻ തലവെക്കാൻ കാരണം? ഇനി ഈ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കണമെങ്കിൽ വെള്ളം നിറയ്ക്കേണ്ടതാരാ? സംവത്സരത്തെ കിരീടം അണിയിപ്പിച്ച് ദൈവം നിന്റെ നന്മകളാൽ നിറയ്ക്കണമെങ്കിൽ നിന്റെ നദിക്കകത്ത് വെള്ളം നിറയ്ക്കേണ്ടതാരാ? ദൈവമല്ലേ? ഓടിച്ചു വായിച്ചു, സമയം കഴിഞ്ഞു. അതിന്റെ 10-ാം വാക്യം വായിച്ചു നിങ്ങൾ. അതിന്റെ 9-ാം വാക്യം ലാസ്റ്റ്, ദൈവത്തിന്റെ മേൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി ഭൂമി ഒരുക്കുന്നവാരാ? നിങ്ങൾ ഈ കൃഷി കണ്ടിട്ടുണ്ടോ? നിങ്ങള് ഗോതമ്പോ യവമോ നെല്ലൊക്കെ വിതയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരുക്കുന്നവാരാ? അല്ല, ഒരുക്കുന്ന നെല്ല് വിതയ്ക്കുമ്പോഴും ഗോതമ്പ് വിതയ്ക്കുമ്പോഴൊക്കെ അത് ഒരുക്കുന്ന പാടം ഒരുക്കുന്നവാരാ? നമ്മൾ വെക്കുന്ന ജോലിക്കാര്. പക്ഷെ ഇവിടെ ഇവര് പറയുന്നത് എന്താ? ദൈവമാണ് ഒരുക്കുന്നത്. അപ്പൊ ആ ജോലിക്കാര് തന്നവാരാ? അവർക്ക് കൊടുക്കാനുള്ള ശമ്പളം തന്നവാരാ? അവരെ കൊണ്ടുവന്നവാരാ? ശേ, എനിക്ക് നന്നായിട്ട് അറിയാതെ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരതിനകത്ത് നെല്ല് പറിക്കാൻ കള പറിക്കാൻ വേണ്ടി വരുന്ന സഹോദരിമാര്, അല്ലെങ്കിൽ കട്ട താഴെ വാക്കിയുണ്ട്, നീ അതിന്റെ ഒഴിവുചാലുകളെ നനയ്ക്കുന്നു. ആരാ നനയ്ക്കുന്നേ? നമ്മൾ നിർത്തിയവരെ നനയ്ക്കുന്നത്. നീ അവന്റെ കട്ട ഉടയ്ക്കുന്നു. ആരാ കട്ട ഉടയ്ക്കുന്നത്? കൂലിക്ക് നിർത്തിയ ആൾക്കാർ. ഞാൻ കട്ട കൂടെ ഉടച്ചിട്ടുണ്ട്. ഇതെല്ലാം തമ്പുരാനാണെന്ന് പറയാവൻ. സങ്കീർത്തനക്കാരൻ പറയാ, വെളിപ്പാട് വന്നവൻ പറയാ, ഇതെല്ലാം ചെയ്യുന്ന തമ്പുരാനാണ്. ദൈവമേ നീ കട്ട ഉടയ്ക്കുന്നു, ദൈവമേ നീ ധാന്യം കൊടുക്കുന്നു, ദൈവമേ നീ ഭൂമി ഒരുക്കുന്നു, ദൈവമേ നീ ഉഴവുചാലുകളെ നീ എന്ത് ചെയ്യുന്നു? നനയ്ക്കുന്നു, നീ ഭൂമിയെ മുള കൊണ്ട് അനുഗ്രഹിക്കുന്നു. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, എന്റെ കരുത്തല്ല എന്ന ബോധം എന്റെ അകത്ത് വന്നാൽ 2026 ദൈവം എന്നെ അനുഗ്രഹത്തിന്റെ നിറവുകളുടെ കൊറോണേഷൻ വിത്ത് ബൗണ്ടി ദൈവം അങ്ങനെ സമൃദ്ധിയോടെ എന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധം വന്നാൽ ദൈവത്തിന്റെ നിറവുകൾ വെളിപ്പെട്ട് മതിയാകുള്ളൂ. സകല പരിധികളും പൊട്ടും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് വായിച്ചോ, 11-ാം വാക്യം ഒന്ന് വായിച്ചു നമുക്ക് അവസാനിപ്പിക്കാം. നീ സംവത്സരത്തെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ കുടുംബങ്ങളും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. സങ്കീർത്തനം 65:11 ഒന്ന് വായിച്ചോ വാക്യം. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. നീ സംവത്സരത്തെ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത വാക്യം അറിയാവുന്നവരെല്ലാം, ബൈബിളുള്ളവരെല്ലാം വാക്യം ഒന്ന് വായിച്ചേ. എല്ലാ കുടുംബങ്ങളും ഇന്ന് രാവിലെ ദൈവാത്മാവ് അങ്ങനെ നിറവുകളാൽ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഷാദൽ ഖനാദിനാദന. ആ വാക്യം കിട്ടിയവർ ഞാൻ ആ വാക്യം ഞാൻ സ്ക്രീനിലിടാം. സങ്കീർത്തനം 65:11. സങ്കീർത്തനം 65:11. ഷാദൽ ഖനാദിനാദന വൈഡൽ പ്രൗഷപന. സങ്കീർത്തനം 65:11. ഈ വാക്യം ഒന്ന് പറഞ്ഞു, ധൈര്യത്തോടെ പ്രഖ്യാപിച്ചോ. ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവത്തിന്റെ കരമാണ് എന്റെ കൂടെ ഉള്ളത്. ഷാദൽ ഘടകത്തിന് ഈ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഷാദൽ പ്രൗഢമന ഘടകത്തിന്. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. ഓ റാബാന അംബൽ ഘടകത്തിന് ഹർഷസ്കനാദിന. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, പാപ പരിഹാരം മടക്കുമെന്ന് വെളിപ്പാടുള്ളവർക്ക് വേണ്ടി, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടി, ആലയത്തിൽ പുഷ്ടിയുണ്ടെന്ന് വെളിപ്പാട് വരുന്നവർക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം സന്ദർശിച്ച് അവരെ അനുഗ്രഹിച്ച് അവരെ അലങ്കരിച്ച് അവരെ പുഷ്ടിപ്പെടുത്തുന്ന ഒരു അനുഗ്രഹീത വർഷമായി 2026 മാറുകയാണ്. പ്രാർത്ഥിച്ചോ. ഷാദൽ ഘടകപന. എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിച്ചോ. ചില മിനിറ്റുകൾ, 1-2 മിനിറ്റുകൾ. ഷാദൽ എനിക്കറിയാം, ചില മിനിറ്റുകൾ 3-4 മിനിറ്റ് സമയം കൂടി പോയെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്ന് നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാനാണ് ഞാൻ തിരക്കുകൾ മാറ്റി വെച്ച് ഓടി വന്നത്. റമ്പൽ കട അങ്ങനെ പ്രാർത്ഥിച്ചോ. ഷാബൽ ഘടകം അത് തുറന്നു വരും. വന്തൽ പ്രൗഢപന ഘടകപന ഹൽക്കഥനാടകഥന. ദൈവം ഈ വർഷത്തെ നിങ്ങളുടെ മേൽ ദൈവാത്മ കിരീടം ധരിപ്പിക്കട്ടെ. ദൈവിക പുഷ്ടികളാൽ, ദൈവിക നന്മകളാൽ, ദൈവിക അനുഗ്രഹങ്ങളാൽ, ദൈവിക കൃപകളാൽ, ദൈവിക കൃപാവരങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. ഷാദനാദിനാദനാദന. ഞാൻ ഓരോ കുടുംബങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തോമസ് ബ്രദർ, കട്ടപ്പന തോമസ് ബ്രദർ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഡെൽഫി സിസ്റ്റർ കുടുംബം ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജയ സദാശിവ ബ്രദർ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജെസി സിസ്റ്റർ കുടുംബം ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലാംദൽ പ്രൗഢമൻ ദെബോറ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. റീന ജോർജ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഗ്രേസി മാത്യൂസ് ഞാൻ ബ്ലസ് ചെയ്യുന്നു. ആലയത്തിലെ നന്മകൾ കൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾ നിറയട്ടെ. സിസ്റ്റർ നീനു ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സിന്ധുദാസ് ഞാൻ നിങ്ങളുടെ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു. സിസ്റ്റർ സ്നേഹ ഞാൻ നിങ്ങളുടെ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു. പൗരോഹിത്യത്തിന്റെ അനുഗ്രഹങ്ങൾ, രാജകീയ അനുഗ്രഹങ്ങൾ ഓരോ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ഷാദനാദിനാദനാദന വൈഡ പ്രൗഢമനഘടകഥന അന്തൽ ഘടക ബോണി മാത്യു നിന്റെ മേലെ അനുഗ്രഹത്തിന്റെ നിറവുകൾ തുറക്കട്ടെ. 2026 ദൈവിക നന്മകളാൽ ഒരു കൊറോണേഷൻ മടകട്ടെ. കിരീട ധാരണം മടകട്ടെ. അഭിഷേകത്തിന്റെ കിരീടം, മഹത്വത്തിന്റെ കിരീടം. ഷാദൽ ഖനാദിനാദന
ദൈവം എന്നെ കിരീടമായിട്ട് ഉപയോഗിക്കട്ടെ. സിസ്റ്റർ ഫെമില ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ സുനു ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ സുഷമ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഡേവിസ് ബ്രദർ കുടുംബം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജേക്കബ് ബ്രദർ കുടുംബം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബം ഞാൻ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുധാ തോമസ് കുടുംബം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ മേരി കുടുംബം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രദർ മനോജ് ബ്രദർ കുടുംബം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉഷ രാമകൃഷ്ണ സിസ്റ്റർ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലില്ലി ജോൺ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ബെൻസി സിസ്റ്റർ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് മേൽ നിറവുകൾ തുറക്കട്ടെ, അനുഗ്രഹങ്ങൾ തുറക്കട്ടെ. ഷാദൽ കടകഥന ഇത് ശാപത്തിന്റെ വർഷമല്ല, ഇത് വേദന്റെ വർഷമല്ല, ഇത് നിരാശയുടെ വർഷമല്ല. ഇത് ദൈവിക പ്രോസ്പിരിറ്റികൾ, ദൈവിക നിറവുകൾ, ദൈവിക ആനന്ദങ്ങൾ. ഷാദന ദിനാദനാദന സിസ്റ്റർ ജയ വർഗീസ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മെമി ജോഷി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ജോഷിച്ചനെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഷീല ഈപ്പൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോഫി സെബിൻ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രദർ റൂഫോസ് കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ജോളി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ഫ്ലോറിസ് കുടുംബം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ബിജി കുടുംബം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ലിനി അഗസ്റ്റ് കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ബൈബിൾ കോളേജിനെ, ഞങ്ങളുടെ വടക്കേന്ത്യൻ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ ശാലോം ദൈവസഭയെ, ശാലോം ഫാമിലിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഷാദൽ കടകദിന പാസ്റ്റർ ലിൻഡോനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പാസ്റ്റർ സൽമോനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാർ ഓരോരുത്തരെയും ഈ രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഷ്ടമനുഭവിക്കുന്ന അഭിഷക്തന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡ അനുഭവിക്കുന്ന സഭകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കേരളത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തൃശ്ശൂർ ജില്ലയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യൂറോപ്പിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഏഷ്യയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആഫ്രിക്കയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അമേരിക്ക ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഓസ്ട്രേലിയ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മുസ്ലിം രാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഹൈന്ദവ രാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ ജാതീയ ഗ്രൂപ്പുകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. ജനം യേശുവിനെ കാണട്ടെ. സത്യ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ജനം അറിയട്ടെ, ജനം അറിയട്ടെ. ആത്മഭാരത്താൽ ഞങ്ങൾ നിറയട്ടെ, ദൈവ സ്നേഹത്താൽ ഞങ്ങൾ നിറയട്ടെ. ആത്മീക വളർച്ചകൾ സംഭവിക്കട്ടെ. പുത്രന്മാർ എഴുന്നേൽക്കട്ടെ, രാജാക്കന്മാർ എഴുന്നേൽക്കട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ലിൻസിയെ, ജോസക്കിനെ, ജോഗന്നിയെ, ജോനിറ്റിയെ, തലമുറകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അകത്ത് ആരെയൊക്കെയാണോ നിങ്ങളുടെ അകത്ത് ഓർമ്മയായി വരുന്നത് അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇതൊരു ഡിവൈൻ വർഷമായി മാറട്ടെ. ഇതൊരു ഡിവൈൻ ബ്ലെസ്സിങ്ങിന്റെ വർഷമായി മാറട്ടെ. ഷാദൽ കനകദിനിരിക അന്തൽ പ്രൗഢമന നിങ്ങളുടെ അതിരത്തിനകത്ത് ആരെയാണോ ദൈവാത്മ ഓർമ്മയായി നൽകുന്നത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഷാദൽ ഖനാദിന ധനപ്രൗഷവന അന്തൽക്കട നിങ്ങളെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ ഉപേക്ഷിച്ചവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ തള്ളിക്കളഞ്ഞവരെ, നിങ്ങളെ മാനിക്കാതെ വിട്ടവരെ, നിങ്ങൾക്കവരെ അസഭ്യം പറഞ്ഞവരെ, നിങ്ങൾക്കവരെ അപഖ്യാതി പറഞ്ഞവരെ എല്ലാം അനുഗ്രഹിക്കുക. അനുഗ്രഹമായി മാറട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. 2026 ദൈവാത്മാവ് സമൃദ്ധിയോടെ നിങ്ങളെ അലങ്കരിക്കുന്ന കിരീടങ്ങൾ ധരിപ്പിക്കുന്ന വർഷമായി മാറട്ടെ. ആത്മാക്കൾ നിങ്ങൾക്ക് തുറന്നു നൽകട്ടെ, ആത്മമാനം തുറന്നു നൽകട്ടെ. ചിലരെ നിത്യവിലേക്ക് നടത്തുവാൻ നിങ്ങളുടെ മേൽ ദൈവാത്മാവ് കിരീടധാരണങ്ങൾ നടത്തട്ടെ. അഭിഷേകം കിരീടമായി ഇറങ്ങി വരട്ടെ. ഞാൻ അവനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ അവസാനിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല രാത്രിക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിന്റെ രണ്ടാമത്തെ രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാൻ തിരുവചനത്തിൽ നിന്ന് ആധികാരികമായ വ്യക്തമായ സത്യങ്ങൾ വിശകലനം ചെയ്യുവാൻ ഞങ്ങൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടും, ഞങ്ങൾ എന്തുകൊണ്ട് ദൈവിക സമൃദ്ധിയാൽ ഞങ്ങൾ അലങ്കരിക്കപ്പെടും എന്ന വചനത്തിന്റെ വെളിപ്പാട് കൃത്യമായി ഇന്ന് രാത്രി പരിശോധിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോട് അങ്ങ് പറഞ്ഞ വാക്കുകൾ നിവർത്തിക്കുവാൻ അങ്ങ് വെച്ച അടിത്തറകൾ കാണാൻ ഞങ്ങളുടെ കൺമുമ്പിൽ കർത്താവ് കൃപ തന്നല്ലോ. ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ ഉടമ്പടിയുടെ ദൈവമായ അങ്ങയിലേക്ക് കരമുയർത്തിക്കൊണ്ട് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അങ്ങയുടെ നാമം ചൊല്ലി അങ്ങ് വെച്ചിരിക്കുന്ന മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം വരെ, കഴിഞ്ഞ വർഷം വരെ ഇവർ അനുഭവിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും ഈ കുടുംബങ്ങൾ അനുഭവിക്കട്ടെ. കർത്താവ്, അനേക അഭിഷക്തന്മാർ, അനേക സഭകൾ കഠിനമായ പീഡകളുടെ നടുവിലൂടെ ഞങ്ങളുടെ രാജ്യത്ത് നടകൊള്ളുമ്പോൾ ഞങ്ങൾ അവരെല്ലാം ഈ രാത്രി ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ചാണ്ടി പാഷക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദര ദൈവസഭകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വടക്കേന്ത്യൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, മറ്റ് ദൈവദാസന്മാർക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ രാജ്യത്തെ
സന്ദർശിക്കണമേ. ഫറവോന്യ സാമ്രാജ്യം ഇസ്രായേലിനെ അടിച്ചൊതുക്കാൻ നോക്കിയപ്പോൾ, അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ, അങ്ങ് സന്ദർശിച്ചതുപോലെ അങ്ങ് ഇന്ത്യ രാജ്യത്തെ സന്ദർശിക്കണമേ. അങ്ങ് കേരളത്തെ സന്ദർശിക്കണമേ. അങ്ങ് തൃശ്ശൂരിനെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാ തലമുറകളെയും അങ്ങ് സന്ദർശിക്കണമേ. ഇതിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരണം. ഒരു പ്രവാചകനാകുന്ന മോശയെ അങ്ങ് വളർത്തിക്കൊണ്ടതുപോലെ ഇന്ന് രാത്രി സന്ദേശം കേട്ട ഓരോരുത്തരും അങ്ങ് വളർത്തണമേ, നിറവുകളാൽ നിറയ്ക്കണമേ. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന്. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. 2026 എന്ന അനുഗ്രഹീത വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും കർത്താവ് ഈ ഭൂമിയിൽ ആവശ്യമായ എല്ലാവിധ നന്മകളാലും കർത്താവ് അലങ്കരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ദൈവസ്നേഹത്തിൽ വളർത്തട്ടെ, ആത്മഭാരം നൽകട്ടെ, ആത്മാവിൻ്റെ ഫലം നിങ്ങളുടെ മേൽ തുറക്കട്ടെ. നിങ്ങൾ ദൗത്യമേൽക്കുന്നവരായി മാറട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് പ്രവേശിക്കുന്നവരായി മാറട്ടെ. കൂട്ടമായ ആത്മാക്കളെ നേടുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കർത്താവ് നമ്മളെ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരെ എന്ന് വിളിക്കട്ടെ. വെളിപ്പാടിൽ അവൻ വളർത്തട്ടെ. എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആശീർവാദം പറയുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ശലോം പറയുന്നതിന് മുമ്പ് നാളെ നമ്മുടെ റീത്ത സിസ്റ്ററുടെ മകളുടെ വിവാഹമാണ്. പ്രാർത്ഥിക്കുന്നവർ അതുകൂടെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ശലോം.